കേരളത്തിൽ ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നീൽ ടി വി സംഘടിപ്പിക്കുന്ന ഇലക്ഷൻ സംവാദത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ സംവാദത്തിൽ അതിഥികളായി എത്തിയിട്ടുള്ളത് പ്രശസ്ത മാധ്യമപ്രവർത്തകനായിട്ടുള്ള അർജിമോൻ കുട്ടപ്പൻ, അതുപോലെ അംബേദ്കറൈറ്റും സോഷ്യൽ ക്രിട്ടിക്കുമായ അനുമോഹൻ, അറിയപ്പെടുന്ന ഫെമിനിസ്റ്റ് കൂടിയായിട്ടുള്ള ശ്രീലക്ഷ്മി അറയ്ക്കൽ എന്നിവരാണ്. എല്ലാവർക്കും ഈ സംവാദത്തിലേക്ക് സ്വാഗതം. ആദ്യമായി അനുമുഖനോടാണ് ഒരു ചോദ്യം. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് വൺ മാൻ വൺ വോട്ട് വൺ വാല്യൂ എന്നതാണ്. പക്ഷെ നമ്മൾ ഒരു മൈക്രോ ലെവലിൽ പരിശോധിക്കുമ്പോൾ ഈ തത്വം ഒരിടത്തും അംഗീകരിക്കപ്പെടുന്നില്ല. എല്ലാ സാമൂഹിക വിഭാഗങ്ങളുടെയും വോട്ടിന് ഒരേ മൂല്യമല്ല നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ പാർട്ടികൾ കൽപ്പിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ അടിസ്ഥാന മൂല്യങ്ങൾ വിസ്മരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ മുഖ്യധാര പാർട്ടികൾ മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് ഉത്തമമായി ബോധ്യമുള്ള കാര്യമാണ്. നമ്മുടെ ഏറെ പുരോഗമനം അവകാശപ്പെടുന്ന കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഇപ്പം നമുക്ക് അടുത്ത കാലത്തെ സംഭവവികാസങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മുഖ്യധാരയിൽ അല്ലെങ്കിൽ ഒരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന സംഗതി കേരളത്തിൽ ഒരു പാർട്ടിയും അവലംബിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വിവിധ സാമൂഹിക വിഭാഗങ്ങൾ, പാർശ്വവൽകൃതർ, അതേപോലെ തന്നെ തോട്ടം തൊഴിലാളികൾ, ആദിവാസികൾ, ദളിതർ, സ്ത്രീകൾ തുടങ്ങി ഒരുപാട് വിഭാഗങ്ങളെ ഈ ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഒരു സമീപനം കൃത്യമായി നമ്മുടെ കേരള രാഷ്ട്രീയത്തിലും നടന്നു വരുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് അനുമോഹൻ്റെ കമൻ്റ് എന്താണ്? നമ്മളിപ്പോൾ ഇന്ത്യയുടെ പശ്ചാത്തലത്തിലാണെങ്കിലും കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലാണെങ്കിൽ സാർ പറഞ്ഞതുപോലെ വൺ മാൻ വൺ വോട്ട്, അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും വോട്ടിന് തുല്യമായിട്ടുള്ള പരിഗണന, തുല്യമായിട്ടുള്ള വാല്യൂ ആണ് ഉള്ളതെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്ത്യയുടെ ഭരണഘടന തുടങ്ങുന്ന കാലഘട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ നമ്മൾക്ക് ഇന്ത്യക്ക് തന്നിട്ട് പോകുന്നതിന് മുന്നായിട്ട് ഇന്ത്യയിലെ ഭരണക്രമം എങ്ങനെ ആയിരിക്കണമെന്ന് അതിൽ പറഞ്ഞ കാര്യങ്ങൾ, വോട്ടിംഗ് റൈറ്റ്സ് എങ്ങനെയായിരിക്കണം, ടാക്സ് അടയ്ക്കുന്നവർ മാത്രമായിരിക്കണോ, അല്ലെങ്കിൽ അതിൻ്റെ പ്രായപരിധി എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാവരും വോട്ട് ചെയ്യാൻ അർഹരാണോ, അങ്ങനെ സൗത്ത് ബോറോ കമ്മീഷൻ മുതലാണ് ഇതിൻ്റെ സാധ്യതകൾ, ഇതിൻ്റെ ക്രൈറ്റീരിയാസ് ഡിസൈഡ് ചെയ്ത് തുടങ്ങുന്നത് എങ്ങനെയാണ് എന്നുള്ളത്, എന്തൊക്കെയായിരിക്കണം അതിൻ്റെ സാധ്യത. നമ്മൾ 18 വയസ്സ് എന്നുള്ളത് നിശ്ചയിക്കപ്പെടുന്നു, അതല്ലെങ്കിൽ എല്ലാവർക്കും വോട്ടിംഗ് റൈറ്റ്സ് എന്നുള്ളത് നിശ്ചയിക്കപ്പെടുന്നു. പക്ഷേ 1951 മുതൽ നമ്മുടെ പാർലമെൻറ്റ് ഇലക്ഷൻ, ഇന്ത്യയിലെ ഫസ്റ്റ് പാർലമെൻറ്റ് ഇലക്ഷൻ എന്ന രീതിയിൽ പരിഗണിക്കപ്പെട്ട് ഇന്നിപ്പോൾ നമ്മൾ 2026 വന്ന് നിൽക്കുന്ന കേരള നിയമസഭ ഇലക്ഷൻ നടക്കുന്ന കാലഘട്ടം വരെ നമ്മൾ ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് വോട്ട് എല്ലാവർക്കും ഉണ്ടെങ്കിലും വിവിധ ജാതിമത സമുദായങ്ങൾക്ക് വോട്ടിംഗ് പ്രിവിലേജുകൾ ഉണ്ട് എന്നുള്ളതാണ്. നമുക്കിത് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ വളരെ കൃത്യമായിട്ട് ഇത് വളരെ വിസിബിളായിട്ട് കാണാൻ പറ്റും. അവിടെ പ്രധാനപ്പെട്ട സവർണ വിഭാഗങ്ങളിൽ, സോക്കോൾഡ് മുന്നോക്ക വിഭാഗങ്ങളുടെ ആൾക്കാർ, അവർക്ക് മാത്രം വോട്ട് ചെയ്യാൻ പറ്റുന്ന ഇടങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ ബൂത്ത് തന്നെ പിടിക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക്, അവർണ വിഭാഗങ്ങളോ അവാന്തര വിഭാഗങ്ങൾക്കോ വോട്ട് ചെയ്യാൻ റൈറ്റ്സ് ഉണ്ടെങ്കിൽ വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് അവിടുത്തെ സർപഞ്ചോ അല്ലെങ്കിൽ വില്ലേജ് അധികാരികളോ പറയുന്ന സാഹചര്യമുണ്ട്. കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ എല്ലാവരും വോട്ട് ചെയ്തു. പക്ഷേ കേരളത്തിലെ സാഹചര്യം വേറൊരു തരത്തിലാണ് ഇതിനെ അഡ്രസ് ചെയ്യുന്നത്. കേരളത്തിലെ സാഹചര്യം എന്ന് പറയുന്നത് ഒരു സവർണ ഓളിഗാർക്കി, ഒരു ഓളിഗാർക്കി സമുദായത്തിൻ്റെ വോട്ടിംഗ് പാറ്റേൺ, അവരുടെ വോട്ടുകൾക്ക് ഉന്നത വിലയും, അതല്ലാതെ മറ്റു വന്തര വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വർഗ സമൂഹങ്ങളുടെ വിഭാഗങ്ങളുടെ വോട്ടുകൾക്ക് രണ്ടാം തരം വിലയും എന്നുള്ളത് നിശ്ചയിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളാണ്. ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളാണ് ഇവരുടെ വോട്ടിന് വലുതാണ്. അതുകൊണ്ടാണ് അവർ പറയാത്ത ആവശ്യങ്ങൾ പോലും, അവർ സമരം ചെയ്യാത്ത ആവശ്യങ്ങൾ പോലും, ഈ പറയുന്ന ഓളിഗാർക്കിക് സമ്മർദ്ദ സാമുദായിക ശക്തികൾ സമരം ചെയ്യാത്ത, തെരുവിലിറങ്ങാത്ത ആവശ്യങ്ങൾക്ക് പോലും പോളിസികളായിട്ട് മറ്റ് കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. കാര്യം അവരുടെ വോട്ടുകൾക്ക് വാല്യൂ ഉണ്ട്, അവർ മാറ്റി ചെയ്യപ്പെടും, ഞങ്ങൾ അവരെ കൺസിഡർ ചെയ്തില്ലെങ്കിൽ, അവരെ ഇംപ്രസ് ചെയ്തില്ലെങ്കിൽ അവർ മാറ്റി ചെയ്യപ്പെടും, അതുകൊണ്ട് അത് ഞങ്ങളെ ഇതിനെ ബാധിക്കും എന്നുള്ള പേടി കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ തന്നെ നമ്മുടെ ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ NSS SNDP അല്ലെങ്കിൽ മറ്റു സവർണ വിഭാഗങ്ങൾ ആരും സമരം ചെയ്തിട്ടല്ല കേരളത്തിൽ EWS പാസ്സാക്കപ്പെട്ടത്, അല്ലെങ്കിൽ EWS നിയമം
ഇവിടെ കൊണ്ടുവന്നു. എന്നാൽ ഇതേ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട്, ഇതിന്റെ മറ്റൊരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഒരു അഫോമേറ്റീവ് ആക്ഷൻ എന്ന രീതിയിൽ സംവരണം നിലനിൽക്കെ തന്നെ ആ സംവരണം ഇവിടുത്തെ എല്ലാ മേഖലയിലും ജോലി കൊടുക്കുന്ന 5 ലക്ഷത്തിലധികം വരുന്ന സർക്കാർ സർവീസ് ഇരിക്കുന്ന എല്ലാവർക്കും 5 ലക്ഷത്തോളം വരുന്ന തൊഴിലവസരങ്ങളിൽ ഞങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം വേണമെന്ന് നമ്മൾ ഭരണഘടനാപരമായി ആവശ്യപ്പെടുകയും അത് കോടതികളിലിരിക്കും, ഏതൊക്കെ കോടതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയിലിരിക്കുന്ന കാര്യത്തിൽ പോലും ഈ രാഷ്ട്രീയ പാർട്ടികളോ അവരുടെ പോളിസി മേക്കിങ്ങിലും പിന്നെ കൺസൾട്ടേഷൻസ് വരുന്നില്ല. എന്തുകൊണ്ടാണ്? മറ്റു വിഭാഗങ്ങളുടെ ഈ പറയുന്ന സമ്മർദ്ദ സാമുദായിക ശക്തികളല്ലാത്ത ഓളിഗാർക്കി അല്ലാത്ത ആൾക്കാരുടെ വോട്ടുകൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് ഞങ്ങൾ 2ാം തരം പരിഗണനയാണ് കൊടുക്കുന്നത് എന്നുകൊണ്ടാണ് അത് കാണുന്നത്. അത് വളരെ വിസിബിളാണ്. 2026 നമ്മൾ ഇപ്പോഴും അത് തന്നെയാണ് സാഹചര്യം. 1951 മുതൽ അത് തന്നെയാണ് സാഹചര്യം. അതായത് ഇപ്പോൾ പ്രബല സമുദായങ്ങളെ, ഇപ്പോൾ സംഘടിത പ്രബല സമുദായങ്ങളെ അപ്പീസ് ചെയ്യുന്ന ഒരു നിലപാട് സർക്കാരുകൾ സ്വീകരിക്കുകയും നേരെ മറിച്ച് വികസനത്തിൽ നിന്നും വിഭവാധികാരങ്ങൾ ഷെയർ ചെയ്യുന്നതിൽ നിന്നും ഒക്കെ തന്നെ ഇതര അല്ലെങ്കിൽ കാസ്റ്റ് വിക്ടിംസിനെയും അതുപോലെ തന്നെ പാർശ്വവൽകൃതരെയും പൂർണ്ണമായിട്ടും പുറന്തള്ളുന്ന ഒരു സമീപനം സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നതിൽ തീർച്ചയായിട്ടും അതിനൊരു എക്സാമ്പിൾ ഇപ്പം നമുക്ക് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ളത് ഇപ്പം സണ്ണി എം കപ്പിക്കാർ, അതുപോലെ തന്നെ CK ജാൻ, രണ്ടുപേരും അഭാന്തര വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുന്നയിക്കുന്ന ചില ആവശ്യങ്ങളുണ്ട്. ഭൂമിയുടെ പ്രശ്നമായാലും ശരി, അല്ലെങ്കിൽ ഒരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ പോളിസികൾ, ഞങ്ങളുടെ പദ്ധതികളൊന്നും തന്നെ ഗവൺമെന്റ് പോളിസികളായിട്ട് മാറ്റപ്പെടുന്നില്ല. സോ വി നീഡ് എ ചേഞ്ച്. എന്തിനാണ്? പാർട്ടിസിപ്പേഷൻ, പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിനും രാഷ്ട്രീയപരമായിട്ട് ഞങ്ങളുടെ ആവശ്യം, ഞങ്ങളുടെ ജനസമൂഹത്തിന്റെ ആവശ്യങ്ങൾ കൂടെ പരിഗണിക്കപ്പെടും. എന്താണോ ഡോക്ടർ BR അംബേദ്കർ ഇതേ രീതിയിലൊരു പൊളിറ്റിക്സ് ആണ് അദ്ദേഹം പറഞ്ഞത്. കോൺഗ്രസുമായിട്ട് അദ്ദേഹം വർഷങ്ങളോളം ഫൈറ്റ് ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ് ഡോക്ടർ BR അംബേദ്കർ. അതുപോലെ തന്നെ പക്ഷെ നമ്മുടെ പൊളിറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ ആവശ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ പോയി സംസാരിക്കുന്നു. അപ്പൊ അത്തരത്തിലൊരു ഒരു രാഷ്ട്രീയ പ്രവർത്തനം, അത്തരത്തിലൊരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ഈ സമൂഹം മാറേണ്ടതുണ്ട് എന്ന രീതിയിൽ ആണ് അവർ UDF നേതൃത്വത്തെ, നിലവിൽ UDF നേതൃത്വത്തെ ഈ 2 ആൾക്കാരും സമീപിക്കുന്നത്. ഇനിയും ഞാൻ മനസ്സിലാക്കുന്നത് CK ജാനു മാഡത്തിന്റെ പാർട്ടി, പൊളിറ്റിക്കൽ പാർട്ടി, ഒരു അസോസിയേറ്റ് UDFന്റെ അസോസിയേറ്റ് മെമ്പറാണ്. അതുപോലെ തന്നെ പിന്നെ സണ്ണി കപ്പിക്കാട് സാർ ഉൾക്കൊള്ളുന്ന DSM എന്ന് പറയുന്നത് ഒരു സാമുദായിക കക്ഷി എന്ന രീതിയിലാണ് അവരതിനെ കണ്ടത്. ഇവർക്ക് 2 പേർക്കും പിന്നെ നിലവിൽ 2 പേരെയും പൊളിറ്റിക്കലി ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യം നമുക്ക് മനസ്സിലാകും. കോൺഗ്രസിന്റെ പല വിധത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യവും അതിനകത്ത് ഇൻക്ലൂസീവ് ആകുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്കിത് തീർച്ചയായിട്ടും പ്രായോഗികമാണോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമുക്ക് ആലോചിക്കും. ഇതിൽ പ്രധാന പ്രശ്നം പറയുന്നത് കഴിഞ്ഞ വർഷത്തെ 2024 ലോക്സഭാ ഇലക്ഷനിൽ CSPC സർവേ പുറത്തുവിട്ടു. വിവിധ സാമുദായിക കക്ഷികൾ എങ്ങനെയാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്നത് എന്നുള്ളതിന്റെ റിപ്പോർട്ടാണ് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് പുറത്തുവിട്ട രേഖയാണ്. ഇത് കഴിഞ്ഞ അവർ പുറത്തുവിട്ടതിന് 3 ദിവസം ഏതാണ്ട് തുടർച്ചയായിട്ട് എല്ലാ ചാനലുകളും ചർച്ചയായിരുന്നു. ചർച്ച ആയത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈഴവ വോട്ടുകൾ മാറിപ്പോകുന്നു എന്നുള്ള രീതിയിലുള്ള ചർച്ച നടന്ന വലിയൊരു വിഷയമാണ്. അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നത് CSD സർവേ എത്രത്തോളം ശരിയാണെന്നുള്ളതല്ല. സർവേ പ്രകാരം 48% നായർ വോട്ടുകൾ, 48% പേര് BJPക്കാണ് വോട്ട് ചെയ്യുന്നത്. ഏതാണ് 38, 39 അല്ലെങ്കിൽ 40 അടുപ്പിച്ച് നായർ വോട്ടുകൾ മാത്രമേ കോൺഗ്രസിന് വരുന്നുള്ളൂ. കോൺഗ്രസ് 2ാം സ്ഥാനത്താണ്. അതായത് 12 പേര്, 100 പേരെടുത്താൽ 12 പേര്, ബാക്കി 12 പേര് മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കേരളത്തിൽ വോട്ട് ചെയ്തത്. കേരളത്തിൽ 21 മന്ത്രിയിൽ 11 പേര്, ക്യാബിനറ്റ് റാങ്ക് ഉൾപ്പെടെ 11 പേര് നായർ വിഭാഗത്തിൽ നിന്നൊരു സമുദായത്തിൽ നിന്ന് വരുന്നു. സാർ നേരത്തെ പറഞ്ഞ വിഭാഗാധികാരം, പ്രാതിനിധ്യം എന്നൊക്കെ പറയുന്ന സാധനത്തിന്റെ ഇക്വിലിബ്രിയം ടോട്ടലി പിന്നെ ഷഫിൾ ചെയ്യുന്ന തരത്തിലുള്ളൊരു മാറ്റമാണ് വരുന്നത്. നമ്മളിത് മുമ്പ് കേട്ടിട്ടുണ്ട്. 6 മന്ത്രിമാർ അല്ലെ 5ാം മന്ത്രി മുസ്ലിം ലീഗിന് വേണം എന്നൊരു നിലപാട് വന്നപ്പോൾ അത് കേരളത്തിന്റെ സാമുദായിക അന്തരീക്ഷത്തെ മാറ്റും എന്ന് പറഞ്ഞ ആളുടെ പേര് കോടിയേരി ബാലകൃഷ്ണൻ എന്നാണ്, അന്നത്തെ CPMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. അപ്പൊ അതേ രാഷ്ട്രീയ പാർട്ടി, അതേ മുന്നണി അധികാരത്തിലിരിക്കുമ്പോൾ 11 നായർ വിഭാഗത്തിൽപ്പെട്ടുള്ള ആൾക്കാർ ഇതേ ഇക്വിലിബ്രിയം ഷഫിൾ ചെയ്തുകൊണ്ട് ഒരു അധികാര സ്ഥാനത്ത് വരുന്ന കാര്യമുണ്ടായി. അപ്പൊ ഇതുപോലെ തന്നെയാണ് ഈഴവ വോട്ടുകളുടെ രണ്ടാമതൊരു പ്രധാനമായിട്ട് പറഞ്ഞത്. ഈഴവ വോട്ടുകളുടെ പ്രാതിനിധ്യം 33% ബഹുഭൂരിപക്ഷ ഈഴവ വോട്ടുകളും ഈഴവ പിന്നാക്കാതി വോട്ടുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് കിട്ടുന്നുള്ളത്. അതിൽ 33% പേര് BJPക്ക് വോട്ട് ചെയ്തു. അതായിരുന്നു 3 ദിവസത്തെ ചർച്ച. 1ാം സ്ഥാനത്ത് നിൽക്കുന്ന നായർ വോട്ടുകൾ എന്തുകൊണ്ട് മാറി എന്നുള്ള ചർച്ച ചെയ്യാതെ 2ാം സ്ഥാനത്തുള്ള ഈഴവ വോട്ടുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് എന്തുകൊണ്ട് അകന്നുപോയി, BJPക്ക് പോയി എന്തുകൊണ്ടുള്ള ചർച്ച. ഈഴവർക്ക്
ഈഴ ഉൾപ്പെടുന്ന പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയോ അല്ലെങ്കിൽ ലിബറൽ പൊളിറ്റിക്സിനെയോ നിങ്ങൾ എന്തുകൊണ്ട് ഉൾക്കൊള്ളുന്നില്ല? ഇത് നായർ വിഭാഗത്തിനടുത്ത് ഈ ചോദ്യമില്ല. കാര്യം ഈ ചോദ്യം ചോദിക്കുന്നതൊക്കെ തന്നെ അതിന്റെ പിന്നെ ദൃശ്യമാധ്യമങ്ങൾ നിർവഹിക്കുന്ന അവതാരകൾ 90% പേര് ഈ നായർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അത് അതിനകത്തുള്ള ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് നേരെ റിവേഴ്സ് ആണ്. നേരെ നായരുടെ കാര്യത്തിൽ 48% പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ റിവേഴ്സ് ആണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ കാര്യത്തിൽ. 48% പേര് CSD സർവേ പ്രകാരം കേരളത്തിൽ വോട്ട് ചെയ്യുന്നത് CPM-നാണ്. 37% പേര് കോൺഗ്രസ് പാർട്ടിക്ക്, 12 മുതൽ 15% പേര്, 100-ൽ 12 പേര് അല്ലെങ്കിൽ 15 പേര് മാത്രമാണ് BJP-യെ കേരളത്തിൽ നിന്ന് വോട്ട് ചെയ്യുന്ന പട്ടികജാതിക്കാരായിട്ടുള്ളത്. അതായത് കേരളത്തിൽ BJP-ക്ക് അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മുസ്ലിം ജനവിഭാഗങ്ങൾ കഴിഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളാണ്. രാഷ്ട്രീയപരമായി ഏറ്റവും സത്യസന്ധമായിട്ട്, ഏറ്റവും നേർമയോട് ആത്മാർത്ഥമായിട്ട് ആ രാഷ്ട്രീയ സത്യസന്ധത പുലർത്തിക്കൊണ്ട് കേരളത്തിന്റെ ഭൂമിയിൽ നിന്നും സംഘപരിവാർ ശക്തികളെ മാറ്റി നിർത്തുന്നതിൽ ഏറ്റവും ശക്തമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഒരു സമുദായമാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗം എന്ന് പറയുന്നത്. ഞാൻ ഈ ഡാറ്റ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഇപ്പം നമ്മൾ മുന്നേറ്റം. ഈ അടുത്ത ഗവൺമെന്റ് വേണമോ, നിലവിൽ തുടരണോ എന്ന് ചോദിക്കുമ്പോഴത്തേനും ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിന് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രമേ 5%, 10% വോട്ട് ഡിഫ്ലക്ഷൻസ് ഉണ്ടാകത്തുള്ളൂ. നിലവിൽ NSS-ന് അവർ അപ്പീസിംഗ് ആയിട്ടുള്ള EWS ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളിലെ വിഷയങ്ങൾ എടുക്കുന്ന അഫിഡവിറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടോ തന്നെ അവർക്കാർക്കും തന്നെ ഈ ഗവൺമെന്റ് പിണറായി വിജയൻ സർക്കാർ മാറണമെന്ന് അവർക്കാർക്കും തന്നെ ഒരു വിഷയമൊന്നുമില്ല. അത്തരത്തിലുള്ള ഒരു ആന്റി ഇൻകംബൻസി ഒന്നും ഇവിടെ നിലവിൽ കേരളത്തിലില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഓർത്തഡോക്സ് വിഭാഗങ്ങൾക്കോ, ക്രിസ്ത്യൻ ഓർത്തഡോക്സ്, സിറിയൻ കത്തോലിക്ക, അവർക്കാർക്കും തന്നെ അങ്ങനെ ഒരു ആവശ്യമില്ല. നിലവിൽ ദേ ആർ ഓക്കെ വിത്ത് വാട്ട് എവർ പിണറായി സർക്കാരിനെ വിത്ത് ഓക്കെ. അതുപോലെ തന്നെ പിന്നെ ഈഴ വിഭാഗങ്ങൾക്കാണെങ്കിലും ശരി, അവരും ഓക്കെയാണ്. ഒരേ ഒരു സമുദായം, 2 സമുദായങ്ങളാണ് നിലവിൽ ഈ സർക്കാരിനെതിരെ, അല്ലെങ്കിൽ ഈ സർക്കാർ മാറണമെന്ന് വിചാരിക്കുന്നത്. ഒന്ന് മുസ്ലിം വിഭാഗങ്ങളിൽ ഒരു പക്ഷവും, രണ്ടാമത് പ്രധാനമായിട്ടും ഈ ദളിത് പൊളിറ്റിക്സിൽ, അല്ലെങ്കിൽ ദളിത് പിന്നെ SC/ST വിഭാഗങ്ങളാണ്. കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തോളം അല്ലെങ്കിൽ അതിനപ്പുറം അല്ലെങ്കിൽ 70 വർഷമായിട്ട് അവരുടെ പൊതു സാമുദായിക ഇടങ്ങളിലോ, അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്നത് പോലെ പിന്നെ രാഷ്ട്രീയ അധികാര സ്ഥലങ്ങളിലായാലും ശരി, അല്ലെങ്കിൽ ഈ വിഭവങ്ങൾ മേലുള്ള, അത് ഭൂമി ആയിക്കൊള്ളട്ടെ, വിദ്യാഭ്യാസ അവകാശം ആയിക്കൊള്ളട്ടെ, എയ്ഡഡ് കോളേജുകൾ ഉൾപ്പെടെയുള്ള അവരുടെ അധികാര ഇടങ്ങളുണ്ട്, തൊഴിൽ പൊതുവിടങ്ങളുണ്ട്, അവിടെയൊക്കെ കടക്കിൽ കത്തിവെക്കുന്ന നിയമങ്ങളും പിന്നെ സംവിധാനങ്ങളും ഒക്കെ വെക്കുന്നത് ഈ കഴിഞ്ഞ 10 വർഷമായിട്ടും പിണറായി സർക്കാരാണ്. അപ്പൊ അതിനെതിരെ അവർക്കെതിരെ അവർക്ക് റിയാക്ട് ചെയ്യണമെങ്കിൽ ഈ ഗവൺമെന്റ് മാറണമെന്ന് ആഗ്രഹമുള്ള രണ്ട് കമ്മ്യൂണിറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 48% ദളിതർ വോട്ട് ചെയ്യുന്ന CPM 43% ആയാൽ, അല്ലെങ്കിൽ 42% അല്ലെ 40% ആയാൽ കേരളത്തിൽ ഭരണമാറ്റം എന്ന് പറയുന്നത് അനിവാര്യതയായി മാറപ്പെടും. ഇത് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് എന്ന് പറയുന്ന UDF നേതൃത്വം മനസ്സിലാക്കിയിരുന്നെങ്കിൽ വളരെ ഈ നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഇലക്ഷന് ശേഷം 90+ എന്ന് പോയിരുന്ന സ്ഥലത്ത് നിന്ന് ഇന്നിപ്പോ 50-50 എന്ന് പറഞ്ഞ ഒരു സാധ്യതയിലോട്ട് പോകുന്ന ഒരു സാഹചര്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതിന് പ്രധാനപ്പെട്ട കാരണം സണ്ണി എം കാപ്പിക്കാട് സാറിനെ, CK ജാനു മാഡത്തിനെ പോലുള്ള ആൾക്കാരെ ഉൾക്കൊള്ളേണ്ട രാഷ്ട്രീയ ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് ഉണ്ടെന്നൊരു മെസ്സേജ് തരികയും ഇവർ രണ്ടുപേർക്കും പാർട്ടിസിപ്പേഷൻ കൊടുക്കില്ല എന്നുള്ള വേറൊരു കാര്യം, അത് അവരുടെ ഇന്റേണൽ തീരുമാനം. പക്ഷെ ഇത് കൊടുക്കുന്ന, കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. അതായത് CPM ഇൻക്ലൂസീവ് അല്ലാതെ മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹത്തെ രാഷ്ട്രീയ അധികാര ഇടങ്ങളിലേക്ക് ഞങ്ങൾ വളരെ ഇൻക്ലൂസീവായിട്ട് അക്കോമഡേറ്റ് ചെയ്യുന്നു. ഇത് കേരളത്തിൽ ഉടനീളം ദളിത് ഇടങ്ങളിൽ, അല്ലെങ്കിൽ SC/ST ജനവിഭാഗങ്ങൾ, പിന്നോക്ക ജനവിഭാഗങ്ങളിൽ ഇവർക്ക് അനുകൂലമായിട്ട്, UDF-ന് അനുകൂലമായിട്ട് വോട്ടിംഗ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ കടക്ക് കത്തി വീണു എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ശ്രീലക്ഷ്മിയോടാണ്. നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയാണ്. ഇത് അവസര സമത്വവും അതുപോലെ തന്നെ ജെൻഡർ ഇക്വാളിറ്റിയും വിഭാവനം ചെയ്യുന്ന ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. സമൂഹത്തിൻ്റെ ഒരു നേർപകുതി എന്ന് പറയുന്നത് സ്ത്രീകളാണ്. കേരളത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ടേഴ്സ് വരുന്നത് സ്ത്രീകളിൽ നിന്നാണ്. പക്ഷെ അവർക്ക് നിയമാനുസൃതമായിട്ടുള്ള, അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള, അല്ലെങ്കിൽ ഭരണഘടനാനുസൃതമായിട്ടുള്ള ഒരു ഡ്യൂ ഷെയർ വിഭവങ്ങളിലോ അധികാരങ്ങളിലോ പദവികളിലോ ഈവൻ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ അവരുടെ
സ്ഥാനാർത്ഥിത്വത്തിലോ ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ കേരളം വളരെ പുരോഗമനാത്മകമായിട്ടുള്ള പ്രബുദ്ധ കേരളം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുമ്പോഴും കേരളത്തിൽ പോലും ഈ സ്ത്രീകൾക്ക് പല മേഖലകളിലും ഈക്വൽ റെപ്രസെൻറ്റേഷൻ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ട്. ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്ക് ഈ വിവിധ പാർട്ടികൾ കേവലം 10% താഴെയാണ് സ്ത്രീകൾക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് ഒരു കേരളത്തിലെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫെമിനിസ്റ്റ് എന്ന നിലയ്ക്ക് ശ്രീലക്ഷ്മിയുടെ കമന്റ് എന്താണ്? നമ്മൾ തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനം എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമുണ്ട് ഇതിന് വേണ്ടിയിട്ട്. സ്ത്രീകൾക്ക് 50-50, അതായത് 1000 പുരുഷന്മാർക്ക് 1000-ൽ കൂടുതൽ സ്ത്രീകളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മളുടേത്. സ്ത്രീ പുരുഷ അനുപാതം അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തിൽ പക്ഷെ സ്ത്രീകൾ ഇപ്പം പുരോഗമന പ്രസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന CPM ഉൾപ്പെടെ വെറും 10%, 10 പേരെ മാത്രമാണ് 84 പേരിൽ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിട്ടുള്ളത്. CPI മാത്രമാണ് അതിനകത്ത് ഒരു 20%-ലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾക്ക് അഡക്വേറ്റ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഇല്ല. അതാണ് അതിനകത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ എടുത്തു നോക്കിയാലും ആശാ വർക്കർമാരുടെ സമരം, അത് ആശാ വർക്കർ എന്ന് പറയുന്നത് അത് സ്ത്രീ വർക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. അത് എടുത്തു നോക്കുവാണെങ്കിൽ തന്നെ എല്ലാം ഒരു 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ. അവർക്ക് സ്ത്രീകൾ എന്ന് പറയുമ്പം സ്ത്രീകൾക്ക് മാത്രമേ ഒരു സ്ത്രീയുടെ പ്രശ്നം അൾട്ടിമേറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. പല ആൾക്കാരും മെനോപോസിനോട് അടുത്ത ആൾക്കാരായിരിക്കും, അവർക്ക് ഭയങ്കരമായിട്ടുള്ള ശാരീരിക പ്രശ്നം ഉണ്ടാവും. അതെല്ലാം വെച്ചുകൊണ്ടാണ് ഇവർ ഈ വീടുകളിലെല്ലാം പോയി ഇത്ര ദൂരം നടക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അവരുടെ സമരത്തെ വേണ്ട രീതിയിൽ കൺസിഡർ ചെയ്യാതിരിക്കുക, അവഗണിക്കുക. അപ്പം അതുപോലെ തന്നെ നമ്മളുടെ എന്താണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട എന്ത് വിഷയങ്ങളാണെങ്കിലും സ്ത്രീകൾക്കാണ് അത് കൂടുതലായിട്ട് കൺവേ ചെയ്യാനും അതിനെപ്പറ്റി നിയമങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ പറ്റുക. അപ്പം അതുകൊണ്ടാണ് നമുക്ക് തുല്യമായിട്ടുള്ള പ്രാതിനിധ്യം വേണമെന്ന് പറയുന്നത്. അപ്പം ഇപ്പം പക്ഷെ നമ്മൾ കണ്ടുവരുന്നത് ഇപ്പം ലോക്കൽ സെൽഫ് ഗവർണൻസ്, അതായത് നമ്മുടെ പഞ്ചായത്തിലെ ഇലക്ഷൻ നോക്കുവാണെങ്കിൽ 50-50 റിസർവേഷൻ ഉണ്ട്. പക്ഷെ അവിടെ നോക്കുവാണെങ്കിൽ തന്നെയും അത് വെറും പ്രഹസനമായിട്ടാണ് കാണുന്നത്. നമ്മൾ ഓരോരോ വാർഡുകൾ എടുത്ത് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച ആളുടെ ഭാര്യനെ ആയിരിക്കും ഇപ്രാവശ്യം നിർത്തുന്നുണ്ടാവുക. അപ്പം ആരാണ് അവിടെ ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് എപ്പോഴും ഭർത്താവായിരിക്കും. ആ ഒരു വാർഡിന്റെ ഡിസിഷൻ എല്ലാം തീരുമാനിക്കുന്നതും എന്തെങ്കിലും പെട്ടെന്ന് ഒരു പ്രശ്നം വന്ന് ഓടിച്ചേരുന്നതും ഒക്കെ അവിടെ ആ വനിതകളായിരിക്കില്ല. അപ്പം ഇപ്പം UDF അല്ലെങ്കിൽ LDF അല്ലെങ്കിൽ BJP എന്ന് പറഞ്ഞിട്ട് ഒരു കാൻഡിഡേറ്റിനെ നിർത്തുവാണ്. പക്ഷെ അത് ഒപ്പീനിയനുള്ള ബുദ്ധിയും വിവരവുമുള്ള ഒരു ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റുന്ന സ്ത്രീകളെയാണോ എന്നുള്ളതാണ് സംശയം. അങ്ങനെ ഒരുപാട് സ്ത്രീകളുണ്ട്, പക്ഷെ അങ്ങനത്തെ സ്ത്രീകളെ ഇവർ മനഃപൂർവ്വം തഴയും. കാരണം അങ്ങനത്തെ സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒപ്പീനിയൻ ഉണ്ടാവും, അവർ സ്ത്രീവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾക്കെതിരെ നിലപാടെടുക്കും. അപ്പം അങ്ങനെയുള്ളവരെ ഒതുക്കി നിർത്തിക്കൊണ്ട് ഇവരുടെ കീഴിൽ തന്നെയുള്ള ആൾക്കാരെ, അതായത് പുരുഷാധിപത്യം അവിടെ പ്രവർത്തിക്കുകയും പക്ഷെ പ്രത്യക്ഷത്തിൽ സ്ത്രീകൾക്കുള്ള മുന്നേറ്റമാണെന്ന് കാണിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ലോക്കൽ സെൽഫ് ബോഡിയിലുള്ള ഇലക്ഷൻ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത്. എന്നാൽ എല്ലാ സ്ഥലവും എടുത്ത് നോക്കിയാലും ഇതുപോലെയൊക്കെ തന്നെയാണ്. പിന്നെ നമ്മളുടെ ഈ BJPക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇപ്പം നമ്മുടെ രാജ്യത്തിന്റെ പ്രഥമ പൗര നമ്മളൊരു ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ട് നിർത്തുകയും, പക്ഷേ നോക്കുമ്പോൾ നമുക്ക് റെപ്രസെന്റേഷൻ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ യഥാർത്ഥത്തിൽ ഇത് റെപ്രസെന്റേഷൻ അല്ല, ഇത് ഡമ്മി പീസാണ്. അതാണ് ഈ രാഷ്ട്രത്തിലെ ഏറ്റവും വലിയ സ്ത്രീ പ്രാതിനിധ്യത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതാണ് അവിടെ റിയൽ ആയിട്ട് വോയിസ് ഉള്ളവരെ ഒതുക്കുകയും പക്ഷെ വോയിസ് ഇല്ലാത്ത ഡമ്മികളായിട്ടുള്ള സ്ത്രീകളായിട്ടുള്ള ആൾക്കാരെ ഇതുപോലെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുമ്പം അതിപ്പോൾ അവിടെ നടപ്പിലാവുന്നത് പുരുഷാധിപത്യമാണ്. പുരുഷന്മാർ നിർമ്മിക്കുന്ന ലോകളാണ് ഇവരും സപ്പോർട്ട് ചെയ്യുക. അത് വളരെയധികം വലിയ പ്രശ്നമാണ്. അപ്പം ഇത് പുരുഷാധിപത്യം എന്ന് പറയുന്നതിനേക്കാൾ സവർണ പുരുഷാധിപത്യം എന്ന് പറയുന്നത്. അതെ. അപ്പം നമ്മൾ നോക്കും, അപ്പം എല്ലാവരും പറയും സ്ത്രീകൾക്ക് എന്താ ഡിസിഷൻ മേക്ക് ചെയ്യാൻ കഴിവില്ലാത്തതുകൊണ്ടാണോ, അങ്ങനെയൊക്കെ ചില ആൾക്കാർ വാദങ്ങൾ ഉന്നയിക്കാറുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ IAS സിവിൽ സർവീസ് എക്സാമിനേഷൻ ഒക്കെ ക്ലിയർ ചെയ്യുന്നതിൽ കേരളത്തിൽ നിന്ന് ക്ലിയർ ചെയ്തതിൽ 40+ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കറക്റ്റ് പകുതി 20+ കുട്ടികൾ പെൺകുട്ടികളാണ്. അപ്പം ഇവർ ഈ നമ്മളെ IAS തലപ്പത്തൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ഒത്തിരി സ്ത്രീകളാണുള്ളത്. അവർക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാൻ കഴിവില്ലാത്തത് കൊണ്ടും പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ഇല്ലാത്തതുകൊണ്ടും ലോജിക്കൽ തിങ്കിങ് ഇല്ലാത്തതുകൊണ്ടും ഒന്നുമല്ല അവരവിടെ എത്തിയത്. അപ്പം ഈ നമ്മുടെ ലോജിക്കൽ തിങ്കിങ്ങിനും ഇതുപോലെ പ്രോബ്ലം സോൾവിങ്ങിനും ഒന്നും നമുക്ക് ജെൻഡർ ഇല്ല. പക്ഷെ നമ്മൾ ജെൻഡർ വൈസ് ഉള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ആ ജെൻഡറിൽപ്പെട്ട ആൾക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. പിന്നെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പേര് മുന്നിലെടുത്ത് നോക്കുവാണെങ്കിലും ട്രാൻസ്ജെൻഡർ സ്ത്രീകളെ കൂടെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പം ആം ആദ്മി പാർട്ടി മാത്രമാണ് വയനാട്ടിൽ പ്രകൃതി എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡറിന് ഒരു റെപ്രസെന്റേഷൻ കൊടുത്തിരിക്കുന്നത്. അതിന് ആം ആദ്മി പാർട്ടിയെ നമുക്ക് അഭിനന്ദിച്ചാൽ മതിയാവുള്ളൂ. അത് പ്രകൃതി എന്ന് പറയുന്നത് വോയിസ് ഉള്ള ഒരു സ്ത്രീയാണ്.
എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ അതേപോലെ ആം ആദ്മി പാർട്ടിയുടെ ഒക്കെ പാത പിന്തുടരുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ആം ആദ്മി പാർട്ടിക്ക് ആ ഒരു രീതിയിൽ നിലപാടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം അവർ മുന്നോട്ട് എടുക്കുന്നത്. പക്ഷേ ഇടതുപക്ഷത്തിന് നിലപാടില്ല. ഇടതുപക്ഷ നിലപാടില്ല, കോൺഗ്രസ്സുകാർക്കും ബാക്കി ഒരു മുന്നണിക്കാർക്ക് നിലപാടില്ല. അവര് ഡമ്മി പീസുകളെയാണ് ഇതേപോലെ വെക്കുന്നത്. ആക്ച്വലി ഈ ഇപ്പോൾ ദളിതർ, ആദിവാസികൾ, അതേപോലെ തന്നെ തോട്ടം തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവരെ എക്സ്ക്ലൂഡ് ചെയ്യുന്നത് അതിന് സമാനമായ എക്സ്ക്ലൂഷനാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ, പുരോഗമന കേരളത്തിൽ സ്ത്രീകൾ നേരിടുന്നു എന്നുള്ള കാര്യം സുവ്യക്തമാണ്. അതെ അതെ, അല്ലെങ്കിൽ ഇപ്പൊ 10% മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുമല്ലോ. എത്രയോ ഒരു 30% എങ്കിലും 50% വേണമെന്ന് പോലും ഇവിടെ നമ്മൾ തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനം ആവശ്യപ്പെടുന്നില്ല. ഒരു 30 അല്ലെങ്കിൽ 33 അത്രയും പോലും ഉയർത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. എത്രയോ. അതുപോലെ കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി ഇല്ലല്ലോ. ഇപ്പം നമ്മളെടുത്ത് നോക്കുവാണെങ്കിൽ ശൈലജ ടീച്ചറിനെ ഭയങ്കരമായിട്ട് പ്രൈസ് ചെയ്യുന്ന ആൾക്കാരെ കാണും. പക്ഷെ ശൈലജ ടീച്ചറിനെ ഒരു വനിതാ മുഖ്യമന്ത്രി ഇവരാക്കൂ? അതാണ്. അപ്പൊ ഇരട്ടത്തപ്പാണ്. അതായത് സ്ത്രീപക്ഷം എന്നൊക്കെ പറയുകയും പക്ഷെ സ്ത്രീപക്ഷമല്ല, പേരിന് സ്ത്രീപക്ഷമുണ്ട്. അത് എന്താ കണ്ണിപ്പൊടിയിടാൻ വാക്കിൽ മാത്രമേ ഉള്ളൂ, പ്രായോഗിക തലത്തിലില്ല. അതെ അതെ അതെ. അത് നമുക്ക് ശബരിമല സ്ത്രീ പ്രവേശനത്തിനുള്ള നിലപാടൊക്കെ എടുത്ത് നോക്കുവാണെങ്കിലും നമുക്ക് മനസ്സിലാവുമല്ലോ. റജിമൻകുട്ടോ സാറേ, നമുക്ക് ഇപ്പോൾ വലിയൊരു രാഷ്ട്രീയമായിട്ട് വലിയൊരു വാഗ്വാദം നടക്കുന്നത് ഇവിടെ CPM BJP ഡീൽ ഉണ്ട് എന്നുള്ളതാണ്. അതിനെ സഹകരിക്കുന്ന ഒരുപാട് ആനുകാലിക സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് ഒരു മൈക്രോ ലെവലിൽ ചിന്തിക്കുമ്പോഴത്തേക്ക്, പരിശോധിക്കുമ്പോൾ ബോധ്യമാകുന്ന ഒരു സുപ്രധാന കാര്യം എന്ന് പറയുന്നത് ആശയപരമായിട്ടും രാഷ്ട്രീയമായിട്ടും CPM BJPയുമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നില്ലേ എന്നൊരു സംശയം പൊതുവിൽ നിലനിൽക്കുന്നുണ്ട്. സാർ എങ്ങനെ അതിനെ നോക്കിക്കാണുന്നത്? BJPയുടെ ഐഡിയോളജിയും പൊളിറ്റിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ്. അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിലെ നിലവിലുള്ള CPM ലീഡർഷിപ്പും അത് തന്നെയാണ് കാണുന്നത്, കോൺഗ്രസ് മുക്ത കേരളം എന്നത്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഭരണത്തിൽ നിന്നും വെളിയിൽ നിൽക്കുന്ന കോൺഗ്രസ്സുകാർ, അതിൽ മെജോറിറ്റിയും അപ്പർ കാസ്റ്റിലുള്ളവരുമാണ്. ആൻഡ് ഇറ്റ്സ് വെരി ഈസി ഫോർ ദം ടു change the camps to BJP if they don't come to power in the next term. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഡീലാണ് ഈ CPM BJP ഡീൽ. അത് വളരെ വ്യക്തമാണ്. കേരളത്തിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 115 സീറ്റിലാണ് BJP മത്സരിച്ചത്. ഇപ്രാവശ്യം 97 സീറ്റ് മാത്രമേ നിർത്തിയിട്ടുള്ളൂ. 20 സീറ്റ് കുന്നത്തുനാട് മാത്രമുള്ള 2020 എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് ബാക്കിംഗ് ഉള്ള, ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയും ഇല്ലാത്ത, പൊളിറ്റിക്കൽ കാൻഡിഡേറ്റിനെ നിർത്തുമ്പോൾ അയാൾക്ക് വോട്ട് ഉണ്ടോ എന്നുള്ളത് പോലും ചെക്ക് ചെയ്യാത്ത, പൊളിറ്റിക്കൽ ലിറ്ററസി ഇല്ലാത്ത, പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത പാർട്ടിക്ക് 20 സീറ്റ് കൊടുത്തിരിക്കുകയാണ്. ആ 20 സീറ്റിനോടൊപ്പം തന്നെ കേരളത്തിൽ നിങ്ങൾ എടുത്തു വെച്ച് നോക്കിയാൽ മതി, പാലക്കാട് അവിടുത്തെ ഒരു ബിസിനസ്സുകാരനെയാണ് BJP സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ CPM നിർത്തിയിരിക്കുന്നത്. അപ്പം അതെന്ന് പറഞ്ഞാൽ അവിടം തൊട്ട് പാലക്കാട്, മട്ടാഞ്ചേരി, റാന്നി, ആറന്മുള, ഇങ്ങനെ 10ഓളം മണ്ഡലങ്ങളിൽ വളരെ വീക്കായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നിർത്തി BJPയുടെ വോട്ട് ഷെയർ കൂട്ടുകയും അത് കോൺഗ്രസിൻ്റെ വോട്ട് ഡെൻറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ കോൺഗ്രസ് ഇവിടെ നിന്ന് അത് വൈപ്പൗട്ടായി മാറും. അതായത് കോൺഗ്രസിൻ്റെ വിജയ സാധ്യതയെ എങ്ങനെ തടസ്സപ്പെടുത്താമെന്നുള്ളത് കൃത്യമായ പൊളിറ്റിക്കൽ പ്ലാനിംഗ് ആണ് CPM ചെയ്തിരിക്കുന്നത്. ഇത് വിജയിച്ച് വീണ്ടും CPM ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്നത് BJP ആയി മാറും. കേന്ദ്രത്തിൽ BJP പറയുന്ന കോൺഗ്രസ് മുക്ത ഇന്ത്യ പോലെ കേരളത്തിൽ സംഭവിക്കുന്നത് കോൺഗ്രസ് മുക്ത കേരളമായി മാറും. അതായത് കോൺഗ്രസ് ക്യാമ്പിലുള്ള പലരും BJPയിലേക്ക് മാറുന്നതിന് അധികം സമയമൊന്നും എടുക്കില്ല, പലരും മാറുകയും ചെയ്യും. കാരണം അതിൻ്റെ കാസ്റ്റിസം ഉണ്ട് അതിനകത്ത്. അപ്പം അങ്ങനെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് കേരളത്തിൽ നിന്ന് വൈപ്പൗട്ട് ആവുകയും CPMയും BJPയും മാത്രം പ്രതിപക്ഷവും ഭരണപക്ഷവുമായി മാറുക എന്നുള്ള അവരുടെ ഒരു ടാക്ടിക്സാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഗെയിമെല്ലാം അവർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത. പക്ഷെ അതൊരു ലോങ് ടേമിൽ അതൊരു അപകടം തന്നെയാണ് കേരളത്തിൽ. കാരണം
ഈ പറയുന്ന പോലെ BJPയുടെ പ്ലാനുകൾ എപ്പോഴും അടുത്ത ഭരണം പിടിക്കുക എന്നുള്ളതല്ല. ദേ മേക്ക് ഇറ്റ് ഫോർ 25 ഇയേഴ്സ് 30 ഇയേഴ്സ് ഒക്കെയാണ്. ആ രീതിയിൽ അവരത് പ്ലാൻ ചെയ്ത് വരുമ്പോൾ പിന്നെ ഈ പറയുന്ന, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അബ്കി പാർ 400 പാർ എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ അത് സംസാരിച്ച് തുടങ്ങിയും നമ്മൾ ഈ ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ആ മതേതര മൂല്യങ്ങൾ പോലും ഇവിടെ ഇല്ലാതായി വരും എന്നുള്ളതാണ്. ഇപ്പം മുസ്ലിം കമ്മ്യൂണിറ്റിയെ മൊത്തം ടാർണിഷ് ചെയ്യുന്ന രീതിയിലാണ് CPM ലീഡേഴ്സ് സംസാരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് ആരാണ് ചെയ്യുന്നത്? BJP ആണ് ചെയ്യുന്നത്. അപ്പോൾ BJPയുടെ സ്വരം തന്നെയാണ്, BJPയുടെ അതേ താളവും രാഗവും തന്നെയാണ് CPM ലീഡേഴ്സിനും ഉള്ളത്. ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ മൊത്തം ടാർണിഷ് ചെയ്ത് അവർ ടെററിസ്റ്റുകളാണ്, അവർ ക്രിമിനൽസ് ആണ്, മിസ്ക്രിയൻസ് ആണ്, സ്മഗ്ലേഴ്സ് ആണെന്നൊക്കെ പറയുമ്പം യു ആർ ഡിവൈഡിങ് ദ സൊസൈറ്റി. അങ്ങനെ സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്യുന്നത് ആരാണ് ചെയ്യുന്നത്? മെജോറിറ്റേറിയൻ പൊളിറ്റിക്സ് കളിക്കുന്ന, ഹിന്ദുത്വ പൊളിറ്റിക്സ് കളിക്കുന്ന BJP ആണ് ചെയ്യുന്നത്. അതേ ടാക്ടിക്സ് ആണ് CPM ഇവിടെ ചെയ്യുന്നത്. അവരത് ചെയ്യുന്നത് വളരെ ഷോർട്ട് ടേം ഗെയിനിന് വേണ്ടിയിട്ട് കോൺഗ്രസിനെ ഇവിടെ നിന്ന് വൈപ്പൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ കോൺഗ്രസിനെ ഇവിടെ നിന്ന് വൈപ്പൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിലവിലുള്ള ഡെമോക്രാറ്റിക് വാല്യൂസ് പോലും ഇറോഡ് ചെയ്യപ്പെടും എന്നുള്ളതാണ് വസ്തുത. ഓക്കെ, ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ടായിരുന്നു എനിക്ക്. അനു പറഞ്ഞൊരു കാര്യം, ഈ 46-48% SC/ST വോട്ടുകൾ ഇടതുപക്ഷത്തിന് പോകുന്നു എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു 5% ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചറിയുന്നില്ല കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ പോയിന്റ് വെൽ ടേക്കൻ ആണ്. പക്ഷെ അനു പറയുന്ന പോലെ ഈ 48% ഈ SC/ST LDFന് വോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിലെല്ലാവരും സെൻസിറ്റൈസ്ഡ് ആണോ? ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ദേ ഫേസ്ഡ് ഡിസ്ക്രിമിനേഷൻ, ദേ വർ ഡിനൈഡ് ഫണ്ട്സ്, ദേ വർ ഡിനൈഡ് റൈറ്റ്സ്, ദേ വർ ഡിനൈഡ് വെൽഫെയർ എന്നുള്ളത് അവർ സെൻസിറ്റൈസ്ഡ് ആണോ? അങ്ങനെ സെൻസിറ്റൈസ് ചെയ്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ആൻ ആൻസർ, ഐ മീൻ ആസ്കിങ്. അങ്ങനെ സെൻസിറ്റൈസ് ചെയ്യപ്പെടാത്തതും നമ്മുടെയും കൂടി ഒരു റെസ്പോൺസിബിലിറ്റി അല്ലേ, നമ്മളവരെ സെൻസിറ്റൈസ് ചെയ്യാത്തതും. അങ്ങനെ സെൻസിറ്റൈസ് ചെയ്യപ്പെടാതെ ഇരിക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ജനാധിപത്യ മൂല്യങ്ങളും നമ്മുടെ ഷെയർ ചോദിച്ചു വാങ്ങിക്കാനുള്ള അവകാശങ്ങളും റൈറ്റ്സും സ്പേസും നമ്മൾ തന്നെയല്ലേ നഷ്ടപ്പെടുത്തുന്നത്? എനിക്കത് അനുവിൻ്റെ സൈഡിൽ നിന്ന് കേൾക്കണം ഒരാഗ്രഹമുണ്ട്. റജിമൽ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പറയുന്ന ഒരു വോട്ട് ഷിഫ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വോട്ട് ഷിഫ്റ്റിൻ്റെ ബേസിൽ തന്നെ ഒരു ഭരണമാറ്റം എന്നുള്ളതൊരു വളരെ വളരെ വിസിബിളായിട്ട് നമുക്ക് വരും. സാറ് പറയുന്നത് അങ്ങനെ ആ കമ്മ്യൂണിറ്റി അക്നോളജ്ഡ് ആണോ, അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റി അത് അക്നോളജ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇത് അക്നോളജ് ചെയ്യപ്പെടണമെങ്കിൽ എന്താണ്, ആ കമ്മ്യൂണിറ്റിയിലുള്ള ആയിട്ടുള്ള ആൾക്കാർ ഇത് അവെയർ ആയിരിക്കണം. പൊളിറ്റിക്കൽ ലിറ്ററസി അത്രയും പൊളിറ്റിക്കൽ ലിറ്ററസി ഉണ്ടോ ഇല്ലയോ എന്ന് തീർച്ചയായിട്ടും സാർ ചോദിച്ചു വാലിഡാണ്. ഞാൻ മറ്റൊരു ആംഗിൾ പറയാം. സപ്പോസ് സണ്ണി എം കാപ്പിക്കാട് സാർ വർക്കലയിൽ കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നു, അതുപോലെ തന്നെ CK ജാനൻ മാഡം, ഞാൻ എൻ്റെ ഒരു വളരെ പേഴ്സണലായിട്ടുള്ള അറിവനുസരിച്ച് പ്രിയങ്ക ഗാന്ധി അവരുടെ മണ്ഡലത്തിൽ ഒരു വനിതാ കാൻഡിഡേറ്റിനെയാണ് മാനന്തവാടി മണ്ഡലത്തിൽ പറഞ്ഞത്. വനിതാ കാൻഡിഡേറ്റിനാണ്. അതിനകത്ത് വന്ന കാൻഡിഡേറ്റുകൾ എല്ലാവരെയും തന്നെ കുറച്ചുപേരെയൊക്കെ നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാം. വനിതാ കാൻഡിഡേറ്റ് വരികയും കേരളത്തിൽ CK ജാനു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മറ്റെന്ത് കാര്യങ്ങളുണ്ടെങ്കിലും രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഫ്രെയിംവർക്കിൽ അവരുടെ ഒരു വാല്യൂ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ വനിതാ കാൻഡിഡേറ്റിനെ അപ്പോൾ എന്തുകൊണ്ട് നമ്പർ 1 കാൻഡിഡേറ്റ് ആയിട്ട് വരാതെ അവിടെ തന്നെ ഉണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് സെക്രട്ടറി പ്രസിഡൻ്റായിരുന്ന മറ്റൊരു ആളെയാണ് അവർ കൊണ്ടുവന്നത്. അപ്പോൾ കേരളത്തിൻ്റെ മൊത്തം സാഹചര്യത്തിൽ 2 പേര് അവിടെ പ്ലേസ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള കേരളത്തിൻ്റെ വിവിധ രാഷ്ട്രീയ സംഘടനകൾ, സമുദായ സംഘടനകൾ, നേതൃത്വങ്ങൾ, ഞങ്ങളൊക്കെ തന്നെ വളരെയധികം പ്രതീക്ഷയോടെ കണ്ടിരുന്നതാണ്. എല്ലാവരും തന്നെ വളരെ പോസിറ്റീവായിട്ട് ഇതെടുത്തത്. കാരണം ഇത്തരത്തിലുള്ളൊരു ഇൻക്ലൂസീവായിട്ടുള്ളൊരു സമീപനം ഇതുവരെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇൻക്ലൂഡിങ് LDF എടുത്തിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ഈ കമ്മ്യൂണിറ്റിയെ അവരുടെ പ്രാതിനിധ്യത്തെ വെറുതെ അല്ല, ആ പ്രാതിനിധ്യത്തിൽ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെ, നേരത്തെ ശ്രീലക്ഷ്മി ഇത് സൂചിപ്പിച്ചു, പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെ ആ പ്രതിനിധികളായിട്ട് ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നാൽ മാത്രമേ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾക്ക് റീച്ചബിലിറ്റി കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള അക്നോളജ്ഡ് ആയിട്ടുള്ള 2 ആൾക്കാരെ ഇവർ കാൻഡിഡേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ അവർ ടേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കേരളത്തിലുടനീളം ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള പ്രധാനമായിട്ടുള്ള ആൾക്കാരെ ഇവർ അംഗീകരിച്ചെന്നും മറ്റ് സംഘടനകളും CSDs ഉൾപ്പെടെ ഉണ്ടാകാം, DSM ഉണ്ടാകാം,
ആദിവാസി ഗോത്രസഭ ഉണ്ടാകാം. ഇവരെല്ലാം തന്നെ കുറച്ചുകൂടെ ഇൻസ്പയർ ആകും. ഇവരാണ് ഞങ്ങൾ അംഗീകരിച്ചത്. സാറിന് വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഡോക്ടർ അരുൺകുമാർ എന്ന് പറയുന്ന ആൾ, മാവേലിക്കരയിലെ നിലവിലെ MLA, വളരെ ചെറുപ്പക്കാരായിട്ട വ്യക്തിയാണ്. റിപ്പോർട്ടർ ചാനൽ നടത്തിയ ചർച്ചയിൽ നമ്പർ 1 കേരളത്തിലെ MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ MLA CPM പിന്നെ ഒരു ജനറൽ കാറ്റഗറിയിൽ MLA ആയിട്ട് നിർത്തുമോ? ഇല്ല. എന്തുകൊണ്ടാണ് നിർത്താത്തത്? അയാൾ നമ്പർ 1 ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടാലും അവൻ പ്രഗത്ഭനല്ല, അവൻ്റെ പിന്നെ കമ്പാർട്ട്മെന്റ് ഇതാണ് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഇത് ഡോക്ടർ BR അംബേദ്കർ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ജാതി ഉന്മൂലനം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ടോപ്പിക്കിൽ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ റോമില് ഒരു പ്ലെബിയൻസ് പെറ്റീഷൻസ് എന്ന് പറയുന്ന ഒരു നിയമനിർമ്മാണ സഭയുണ്ട്. ഇതിൽ പ്ലെബിയൻസ് എന്ന് പറയുന്നത് ഈ പ്രഭു കുടുംബങ്ങളുടെ റെപ്രസെൻറ്റേഷൻ, അവർ വോട്ട് റൈറ്റ് അവർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്രീഷ്യൻസ് എന്ന് പറയുന്നത് കർഷകരുടെ പിന്നെ പ്രതിനിധികളാണ്, അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ലായിരുന്നു. ഒരു വർഷങ്ങളോളം പെറ്റീഷൻസ് സമരം ചെയ്തുകൊണ്ട് അവർ വോട്ടിംഗ് റൈറ്റ്സ് നേടിയെടുക്കും. പക്ഷെ വോട്ടിംഗ് റൈറ്റ്സ് ഒക്കെ നേടിയെടുത്തു. അത് ഇതേപോലെ തന്നെ സംവരണം അവർക്ക് ഇത് ചെയ്തിട്ടുള്ള സംവരണ മണ്ഡലത്തിൽ അവർക്ക് മത്സരിച്ച് ജയിക്കാം. പക്ഷെ അങ്ങനെ ജയിക്കാൻ, അങ്ങനെ അവരുടെ ഒരു മത്സരാർത്ഥിയെ വെക്കണമെങ്കിൽ ആ മത്സരാർത്ഥിയെ അവിടുത്തെ പ്രഭു കുടുംബത്തിലെ പിന്നെ നമ്മുടെ ഈ പൂജാരി ഇഷ്ടമായിരിക്കണം, അല്ലെങ്കിൽ പൂജാരി സെലക്ട് ചെയ്യണം. ഇന്ന ആൾ ഓക്കെയാണ്, ദേവന് പ്രീതിയുള്ള ആളാണ് ഇന്ന ആൾ. ആ പൂജാരി ഒരിക്കലും പ്രഭു കുടുംബങ്ങൾക്ക് ഒപ്പോസിഷനായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കാര്യങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന ഒരു പെട്രീഷ്യനെ എപ്പോഴും മറ്റവൻ തിരഞ്ഞെടുക്കത്തില്ല. അപ്പോൾ ഇവർ സമരം ചെയ്തെടുത്ത് നേടിയെടുത്ത അവകാശത്തെ, അതായത് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത്, പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് വരാതിരിക്കാൻ ഇവർ ഈ പറയുന്ന ആൾക്കാർ പിന്നെ പുരോഹിത വർഗം അല്ലെങ്കിൽ ഈ സവർണ വിഭാഗം വർക്കൗട്ട് ചെയ്യും. അത് തന്നെയല്ലേ ഇവിടെ സംഭവിച്ചത്. അതാണ് സാറിന് എനിക്കുള്ള ആൻസറും. അത്തരത്തിൽ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്, ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നും പ്രാതിനിധ്യത്തിൻ്റെ ഭാഗത്ത് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും സാധാരണക്കാരെ ചിന്തിക്കും, ശരിക്കും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലും ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളെ മുന്നോട്ട് വെക്കാൻ ഈ പൊളിറ്റിക്കൽ പ്രസ്ഥാനം തയ്യാറാകുന്നു, അപ്പോൾ ഞങ്ങൾക്ക് അവരോട് നിൽക്കേണ്ടതല്ലേ എന്ന് ചിന്തിക്കും സ്വാഭാവികമായിട്ടും. അതാണ് അതിൻ്റെ ഉള്ള മറുപടി. ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു മെസ്സേജ് വെളിയിൽ പോയേനെ ഇൻക്ലൂസീവ് ആണുള്ളത്. അതെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പൊളിറ്റിക്കൽ ഡിസിഷൻസ് ആർ മെയ്ഡ് ഇൻ എ ഡിഫറെന്റ് പ്ലേറ്റ്. സോ അതുകൊണ്ട് അത് ഉണ്ടായില്ല എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു മെസ്സേജ് വെളിയിൽ പോയേനെ, അത് ഇൻസ്പയർ ചെയ്തേനെ, അത് വോട്ട് സ്വിംഗ് ചെയ്തേനെന്നുള്ളതിൽ എനിക്ക് യാതൊരുവിധ തർക്കവുമില്ല. ഒരു കാര്യം കൂടെ സാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ തന്നെ ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിലവിൽ ദളിത് കമ്മ്യൂണിറ്റികൾക്ക് അല്ലെങ്കിൽ SC/ST വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ സത്യം പറഞ്ഞാൽ ഭരണമാറ്റം ഉണ്ടാകണമെന്നാണ് ആഗ്രഹം. നിലവിൽ ഇവർ അപമാനിക്കപ്പെട്ടിട്ടും, അവരുടെ ഉള്ളിലുള്ളിൽ അവരുടെ ആൾക്കാർ അപമാനിക്കപ്പെട്ടിട്ടും, ഈവൻ ദോ വി ആർ സപ്പോർട്ടിങ് യു എന്ന് പറയുന്ന ഒരു നിലപാടാണ് അവർ എടുക്കുന്നത്, ആ സമൂഹം എടുക്കുന്നത്. അതിപ്പോൾ ഇന്നലെ നമ്മൾ ഗോത്രമഹാസഭയുടെ പത്രസമ്മേളനം വന്നു, ADF-ന്റെ പത്രസമ്മേളനം വന്നു, CSDS-ന്റെ പത്രസമ്മേളനം വന്നു. അപ്പോൾ ഇവരെല്ലാവരും തന്നെ എടുക്കുന്ന നിലപാട് ഞങ്ങൾ ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത് എന്നുള്ളതാണ്. പക്ഷെ അത് മനസ്സിലോ എടുക്കുന്നതിന് പകരം വളരെ ഡൈനാമിക്കായിട്ട്, വളരെ ഓർഗാനിക്കായിട്ട് അവർ എടുക്കുകയും അത് ഭയങ്കരമായിട്ട് പ്രതിഫലിക്കുകയും ചെയ്യുമായിരുന്നു. ഭരണമാറ്റത്തിനേക്ക് അത് എത്തിക്കുമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക്. ശ്രീലക്ഷ്മിയുടെ നമ്മുടെ ഈ ഗ്രാൻറ്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഇപ്പം നമ്മൾ ചരിത്രപരമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ, പാടമില്ലെങ്കിൽ പാടത്തേക്കില്ല എന്നുള്ള ഒരു ഒറ്റ മുദ്രാവാക്യത്തിലാണ് മഹാത്മാ അയ്യങ്കാളി ലോകത്തിലെ ആദ്യത്തെ കാർഷിക സമരം നടത്തുന്നത്. ചരിത്രത്തിലുടനീളം നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്കും നമ്മുടെ നവോത്ഥാന നായകരൊക്കെ തന്നെ അക്ഷരത്തിന് വേണ്ടി പോരാടിയവരാണ്. അപ്പോൾ അക്ഷരം അല്ലെങ്കിൽ അറിവ് നമ്മളെ വിമോചിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും സംശയമില്ല. അപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഇപ്പോൾ വിശേഷിച്ചും ഇടതു സർക്കാർ നമ്മുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ അല്ലെങ്കിൽ ഈ ഗ്രാൻഡ് ബോധപൂർവ്വം നിഷേധിക്കുന്നതായിട്ടുള്ള ആക്ഷേപങ്ങൾ വളരെ പ്രബലമാണ്. ഈ ഒരുപാട് SC/ST സംഘടനകൾ ഈ ഗ്രാൻഡ് നിഷേധത്തിനെതിരെ സമരം ചെയ്യുകയും ചെയ്തു. അത് ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മുടെ വിമോചന പ്രക്രിയ അല്ലെങ്കിൽ ഭാവി തലമുറയെ തന്നെ അപകടപ്പെടുത്തുന്ന ഒരു സമീപനമാണ് യഥാർത്ഥ ഇടതു സർക്കാരിൽ നിന്ന് വന്നതെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ അത്രത്തോളം ഈ ഗ്രാൻഡ് വൈകിപ്പിക്കുന്നതിൽ, അല്ലെങ്കിൽ അത് ബോധപൂർവ്വം സംഭവിച്ച ഒരു പ്രക്രിയയായിട്ടാണ് എനിക്ക് ബോധ്യപ്പെടുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത്, ഈ നമ്മുടെ സർക്കാരിൽ ഇതിൻ്റെ നയപരിപാടികളും ഭരണ നടപടികളൊക്കെ നിശ്ചയിക്കുന്നത് ഭൂരിപക്ഷം വരുന്ന
മുന്നോക്ക മന്ത്രിമാരാണ്. അതായത് മന്ത്രിസഭയിൽ പകുതി മുന്നോക്ക വിഭാഗങ്ങളാണ്. അപ്പോൾ ആ നിലയിൽ ഈ ഗ്രാന്റ് നിഷേധം ബോധപൂർവം നടത്തിയൊരു സംഗതിയായിട്ടാണ് പലരും ആരോപിക്കുന്നത്. വസ്തുതാപരമായിട്ട് അത് ശരിയാണോ? എങ്ങനെ നിരീക്ഷിക്കുന്നു? ഇപ്പോൾ ഈ ഗ്രാന്റ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അവകാശമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾക്ക് ഇതുപോലെ ഈ ഗ്രാന്റിന് വേണ്ടി ഞാൻ തന്നെ ഇവിടെ ഈ ഒരു 10 വർഷത്തിനിടയിൽ എത്രയോ വട്ടം സെക്രട്ടേറിയറ്റ് സമരത്തിന് പോയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നേരിട്ട് വിദ്യാർത്ഥികളുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് അറിയാവുന്ന കാര്യം പറഞ്ഞാൽ, ഇവർ കോളേജിൽ അഡ്മിഷൻ എടുക്കും. കോളേജിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം ഒരു പകുതി വഴിക്ക് വെച്ച് പഠനം ഉപേക്ഷിച്ച് ഓടുന്ന നിലയാണ് ഈ ഗ്രാന്റ് കിട്ടാത്തതുകൊണ്ട് ഉണ്ടാകുന്നത്. അതായത് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കോളേജിൽ ഫീസ് അടയ്ക്കാൻ വേണ്ടി ഓരോ സെമസ്റ്റർ എക്സാം അതിന് ഫീസ് അടയ്ക്കാൻ വേണ്ടിയില്ല. അപ്പോൾ ഇവർ ഈ ഗ്രാന്റ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ ഗ്രാന്റ് കിട്ടില്ല. ഇതിപ്പം ഈ ഗ്രാന്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ തന്നെ പറയുന്നത് തന്നെ ഒരു പ്രോസസ്സാണ്. നമ്മൾ അറ്റൻഡൻസ് കറക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ നമ്മളുടെ ഹെഡ് ഇത് സാക്ഷ്യപ്പെടുത്തണം. അത് നമ്മൾ ആ ഒരു പ്രോസസ്സിലൂടെയൊക്കെ കടന്നു പോയിട്ട് നമ്മൾ അതവിടെ സബ്മിറ്റ് ചെയ്യുമ്പോഴും ഈ ക്ലറിക്കലായിട്ടുള്ള പെൻഡിങ് നമ്മുടെ കാണിക്കും. അപ്പം ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട് SC/ST ഡിപ്പാർട്ട്മെന്റിൽ പോകും, സാങ്കേതിക കുരുക്കളെന്ന്. എന്നിട്ട് ഇത് എല്ലാം പാസ്സായി വന്നാൽ പിന്നെ പൈസ കിട്ടത്തില്ല. അപ്പം ഇത് വിദ്യാർത്ഥികളെ ഭയങ്കരമായിട്ടുള്ള ഒരു മാനസിക പ്രശ്നത്തിലേക്കാണ് തള്ളിവിടുന്നത്. അപ്പം ഇത് മനഃപൂർവ്വം തന്നെ ചെയ്യുന്നതാണ്. കാരണം അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആൾക്കാർ വിദ്യാഭ്യാസം നേടാൻ പാടില്ലെന്നും, വിദ്യാഭ്യാസം നേടിയിട്ടുണ്ടെങ്കിൽ അവർ ചിന്തിക്കും. അതായത് ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ അവെയർ ആണോ എന്ന്. ദളിത് വിഭാഗത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അവെയർ ആണോ എന്ന്. അപ്പം ഇത് എങ്ങനെ ഈ പാർട്ടി ഒക്കെ വർക്ക് ചെയ്യുന്നത്, പ്രത്യേകിച്ച് CPM പാർട്ടി വർക്ക് ചെയ്യുന്നത് ഒരു ട്രൈബ് സ്വഭാവത്തിലാണ്. അതായത് എങ്ങനെയാണ് ഒരു റിലീജിയൻ വർക്ക് ചെയ്യുന്നത് അതേപോലത്തെ ഒരു ട്രൈബ് സ്വഭാവത്തിലാണ് CPM പാർട്ടി വർക്ക് ചെയ്യുന്നത്. അതായത് അവർക്ക് അതിൻ്റെതായ പ്രത്യേക റൂളുകളുണ്ട്. അവരെ ആരും വിമർശിക്കാൻ പാടില്ല, വിമർശിക്കുകയാണെങ്കിൽ പാർട്ടിക്ക് അകത്ത് വിമർശിക്കണം, ഇങ്ങനെയുള്ള റൂളുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അപ്പം നമ്മൾ ആ പാർട്ടി സ്ട്രക്ചർ എടുത്തു നോക്കുകയാണെങ്കിലും ഇതിനകത്ത് വർക്ക് ചെയ്യാൻ ഒരുപാട് അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഉള്ളത്. പക്ഷെ അവരെല്ലാം എന്താ ട്രൈബൽ മൈൻഡ് സെറ്റിലാണ്. അതായത് ഈ CPM ആശയങ്ങൾ, അതായത് നമ്മളുടെ രാജാവ് പറയുന്നത് എന്താണോ അതാണ് ശരി. അപ്പം അതിൽ നിന്നൊന്നും മാറി ചിന്തിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അത് മാറി ചിന്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനകത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു ഫാക്ടർ വരണം. അപ്പോൾ ആ എഡ്യൂക്കേഷൻ കിട്ടണ്ട. നിങ്ങൾ എങ്ങനെയാണോ ചിന്തിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ തന്നെ ചിന്തിച്ചാൽ മതി ഒരു ലോജിക്കാണ് അവിടെ വർക്കാവുന്നത്. അതുകൊണ്ട് ഈ ഗ്രാന്റ് കൊടുക്കാതിരിക്കുന്നത് മനഃപൂർവ്വം തന്നെയാണ്. അപ്പം സത്യം പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് വേണ്ട പൈസ കൊടുക്കുന്നില്ല. പക്ഷെ ഇവർക്ക് കാറ് മേടിക്കാനും പുതിയതായിട്ട് ഈ സർക്കാരിന് കാറുകൾ അപ്ഡേറ്റ് ചെയ്യാനും അതുപോലെ അയ്യപ്പ സംഗമം നടത്താനും പൈസയുണ്ട്. അയ്യപ്പ സംഗമം ഈ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂവില് പിണറായി വിജയനോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, യോഗി ആദിത്യനാഥിന്റെ കത്ത് വായിച്ചതിനെ പറ്റി എന്താണ് പറയാനുള്ളത്. അപ്പം കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി പറയുവാണ് എനക്കത് അറിയില്ല. അപ്പം അയ്യപ്പ സംഗമം നടത്തുന്നതിനെ പറ്റി ചോദ്യം ചോദിക്കുമ്പം അതറിയില്ല. അപ്പം ഇത് തീവ്രമായ ഹിന്ദുത്വയുടെ ആശയമാണ്. ഹിന്ദുത്വ അതായത് ഈ BJP-നെ ഫണ്ട് ചെയ്യുന്നത്, ബാക്കപ്പ് ചെയ്യുന്ന RSS ആണ്. RSSന്റെ മെയിൻ ആശയം എന്ന് പറയുന്നത് കാസ്റ്റ് ഹൈറാർക്കി അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. കാസ്റ്റ് ഹൈറാർക്കി ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെയുള്ള ലോവർ സ്ട്രാറ്റയിൽപ്പെട്ട ആളുകൾക്ക് എഡ്യൂക്കേഷൻ ലഭിക്കരുത്. അപ്പൊ എഡ്യൂക്കേഷൻ ലഭിക്കരുതെന്നുള്ളത് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ആണ്. അപ്പം അതുകൊണ്ടാണ് അയ്യപ്പ സംഗമം നടത്താൻ ഒരു ലോജിക്കും ഇല്ലാത്ത അയ്യപ്പ സംഗമം നടത്താൻ പൈസ ഉണ്ടാവുകയും എന്നാൽ ബേസിക് ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അവിടെ നിറവേറ്റാൻ വേണ്ടി പൈസ ഇല്ലാതാവുകയും മാറുന്നത്. അത് ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ എന്ത് ആവശ്യങ്ങൾ എടുത്തു നോക്കിയാലും അവർക്ക് ഫണ്ടില്ല എന്ന് പറഞ്ഞ എക്സ്ക്യൂസ് ഉണ്ട്. പക്ഷെ ഇത്തരം ദൂർത്ത് മോഹൻലാലിന് പിന്നെ ഇത് കൊടുക്കാൻ വേണ്ടി മോഹൻലാലിന് അഭിമുഖം കൊടുക്കാൻ വേണ്ടി പൈസയുണ്ട്, മോഹൻലാലിനെ ആദരിക്കാൻ പൈസയുണ്ട്, മോഹൻലാലിന്റെ ആനക്കൊമ്പിന് വേണ്ടി വാദിക്കും നമ്മള്. അപ്പൊ അതിനെല്ലാം പൈസയുണ്ട്. പക്ഷെ ഇത്തരമുള്ള ബേസിക് ആയിട്ടുള്ള കാര്യത്തിന് ഒരു കുട്ടിക്ക് അറിവ് നേടുന്നു. എന്നിട്ട് ഇവര് പറയും നമ്മൾ അറിവാണ് ആയുധം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മാനിപ്പുലേറ്റിംഗ് ആണ് ഭയങ്കരം. അപ്പൊ ഈ നമ്മളൊരാൾ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ട്രൈബ് മൈൻഡ് സെറ്റ് നമ്മളിലേക്ക് തരുമ്പോൾ അതിൽ നിന്ന് മാറി ചിന്തിക്കണം. നമുക്ക് എഡ്യൂക്കേഷൻ വേണം. പക്ഷെ ആ എഡ്യൂക്കേഷൻ ബേസിക് ആയിട്ട് ഡിനേ ചെയ്യുവാണ്. നിങ്ങൾ പഠിക്കണ്ട, നിങ്ങൾ കയറിക്കോ, നിങ്ങൾ എൻറോൾ ചെയ്തോ, ഞങ്ങൾ സ്കൂളൊക്കെ ഉണ്ടാക്കി തരാം, പക്ഷെ കയറണം. അതുപോലെ തന്നെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച ആൾക്കാർ പഠിച്ചോ. നിങ്ങൾ എന്റെയൊക്കെ അവസ്ഥ 2 ഡിഗ്രി 2 PG എല്ലാം ഉണ്ട്, പക്ഷെ പഠിച്ചോ. പക്ഷെ നിങ്ങൾക്ക് ഞങ്ങൾ ജോലി തരില്ല. ജോലി തരണമെങ്കിൽ ഞങ്ങൾ എയ്ഡഡ്
എയ്ഡഡ് ആൾക്കാർ, അതായത് ക്രിസ്ത്യൻ മാനേജ്മെന്റിന് ക്രിസ്ത്യാനികൾക്ക് ജോലി കൊടുക്കും, നായന്മാർക്ക് നായന്മാരുടെ ജോലി കൊടുക്കും. നിങ്ങൾക്ക് ഞങ്ങൾ എവിടെയും ജോലി തരത്തില്ല, PSC വിടൂല. അപ്പം ഇത് കൃത്യമായിട്ടുള്ള എക്സ്ക്ലൂഷൻ തന്നെയാണ്. അതായത് നമ്മൾ അയ്യങ്കാളി ആരെയാണോ ഓടിച്ചിട്ട് തല്ലിയത്, അല്ലെങ്കിൽ പഞ്ചമിയും കൊണ്ട് അയ്യങ്കാളി സ്കൂളിൽ കയറിയപ്പോൾ ആരാണോ സ്കൂൾ കത്തിച്ചത്, അവരൊക്കെ തന്നെയാണ് ഇപ്പോൾ അധികാര കസ്റ്റഡിയിൽ ഇരുന്ന് നമുക്ക് ഈ ഗ്രാൻഡ് നിഷേധിക്കുന്നതെന്ന് പറയേണ്ടി വരും. അതെ അതെ, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി എങ്ങനെ ഫണ്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടി പറ്റും ഒരു പുരോഗമന സർക്കാർ? അതെ അതെ, ഉറപ്പായിട്ടും ഫസ്റ്റ് പ്രയോറിറ്റി വരേണ്ട ഒരു മേഖലയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതെ അതെ അതെ, അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ആണെങ്കിലും ഇപ്പൊ സ്കോളർഷിപ്പ് സൈറ്റുകളൊക്കെ ഡൗൺ ആവും. അങ്ങനെ ഇവര് എല്ലാം ടെക്നിക്കൽ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞ് ഇതിനെ അങ്ങ് മായ്ച്ചു കളയും. സത്യം പറഞ്ഞത് ടെക്നിക്കൽ ഇഷ്യൂ ഒന്നുമല്ല, ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ ഈ നമ്മൾ ഗവൺമെൻറ് അത് നിഷേധിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞ് ഈ ഒരാൾക്കും ഇനി ഈ ഗ്രാൻഡ് പെൻഡിങ് ഇല്ല എന്ന് ഓർ കേളു പരസ്യമായിട്ട് പറയുകയുണ്ടായി. ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ അനുഭവം, ഇപ്പോൾ നമ്മൾ 4 പേര് എടുത്തു കഴിഞ്ഞാൽ ശ്രീലക്ഷ്മി പറഞ്ഞ് കൃത്യമായിട്ട് ഇത് കിട്ടിയിട്ടില്ല. രജമുകുട്ട സാറിൻ്റെ മകന് കിട്ടിയില്ല എന്ന് സാറ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. എൻ്റെ മകളും ഡിഗ്രി കഴിഞ്ഞിറങ്ങിയിട്ട് ഇപ്പോൾ 1 കൊല്ലം കഴിഞ്ഞ് ഇതുവരെ പൂർണ്ണമായിട്ട് ക്യാഷ് കിട്ടിയിട്ടില്ല. എനിക്കറിയാവുന്ന സുഹൃത്തുക്കളുടെ മക്കൾക്കും അതേപോലെ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ LLBക്ക് പഠിക്കുമ്പോഴത്തേക്ക് അവൻ പരീക്ഷ എഴുതാൻ സമ്മതിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം 40,000 എൻ്റെ കെട്ടിവെച്ചാലേ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വലിയൊരു പേഴ്സൻറ്റിലേക്ക് വന്നു. പിന്നെ ഞാൻ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് 40,000 കൊടുത്താണ് ആ കുട്ടിയെ കൊണ്ട് പരീക്ഷ എഴുതിച്ചത്. അപ്പൊ ഇതൊക്കെ അതാണ് നമ്മൾ ഇതുപോലെയുള്ള ഈ ചാരിറ്റി ഓർഗനൈസേഷനിലൊക്കെ ഈ ഗ്രാൻഡ് കിട്ടുന്ന കുട്ടികൾ, ഇതെനിക്ക് പേഴ്സണൽ ആയിട്ടുണ്ടായ അനുഭവമാണ്. എന്നെ വിളിച്ച് പറഞ്ഞിട്ട് പൈസ ഇല്ല ചേച്ചി എങ്ങനെയെങ്കിലും സഹായിക്കണം, ഈ ഗ്രാൻഡ് വന്നില്ല. അപ്പൊ നമ്മൾ കുറെ ഈ ഗ്രാൻഡിന് വേണ്ടി കുറെ ഓടി നടന്നു ഇവിടെ ട്രിവാൻഡ്രത്തായതുകൊണ്ട്. പക്ഷെ എന്നിട്ട് രക്ഷയില്ല. അപ്പൊ എന്താ ചെയ്യുക, നമ്മൾ ലോക്കൽ ആയിട്ടുള്ള ഇതുപോലെ ചാരിറ്റി ഓർഗനൈസേഷൻസും ഇതുപോലത്തെ ഓർഗനൈസേഷൻസിനെ പോയി അപ്രോച്ച് ചെയ്ത് അവരാണ് എന്നിട്ട് ഈ കുട്ടിക്ക് വേണ്ടി ഫണ്ട് അടയ്ക്കുന്നത്. അപ്പൊ അതല്ലല്ലോ ഒരു ചാരിറ്റി ഓർഗനൈസേഷന്റെ ഒരു ഡ്യൂട്ടി അല്ലല്ലോ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഫണ്ട് മുടക്കുക എന്നുള്ളത്. അത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമല്ലേ, നമ്മൾ അതിനല്ലേ ടാക്സ് ഒക്കെ പേ ചെയ്യുന്നത്. ഈ ഗ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ കൂടെ അഡീഷണൽ ആയിട്ട് പറയാനുള്ളത്. ഒന്ന്, നമ്മളിപ്പോൾ നേരത്തെ ഈ ഗ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ 40% തരുന്നത് സെൻട്രലാണ്, 60% സ്റ്റേറ്റ് കൊടുക്കുന്നത്. അതിൽ ഈ 40% കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ 2.5 ലക്ഷം രൂപയാണ് വരുമാന പരിധി. അപ്പോൾ ഇവിടുത്തെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EWSന് 8 ലക്ഷം ആണ് വരുമാന പരിധി എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് 8, ഇവിടെ സ്റ്റേറ്റിൽ 4. അല്ല, ഞാൻ പറയാം സെൻട്രൽ ഗവൺമെന്റിനുള്ള 40% തരുന്ന സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഈ 40% ഈ ഗ്രാൻഡിന് അലോട്ട് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് പറയുന്നത് അങ്ങനെ 40% കൊടുക്കണമെങ്കിൽ കൊടുക്കുന്ന SC/ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് അവരുടെ രക്ഷിതാക്കൾക്ക് 2.5 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ യു ആർ നോട്ട് എലിജിബിൾ ഫോർ ഈ ഗ്രാൻഡ്. ബട്ട് ദ സെയിം സെൻട്രൽ ഗവൺമെന്റ് ഈസ് ടെല്ലിംഗ് ദാറ്റ് ഇഫ് യുവർ ഫാമിലി ഇൻകം ഈസ് മോർ ദാൻ 8 lakhs, അപ്രോക്സിമേറ്റ്ലി 8 lakhs അടുത്താണെങ്കിൽ യു ആർ എലിജിബിൾ ഫോർ EWS. ഇത് വളരെ വലിയ ചോദ്യം ചെയ്യപ്പെടാത്ത, നമുക്ക് നിയമപരമായിട്ട് തന്നെ ചോദ്യം ചെയ്യപ്പെടാവുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പറയുന്ന ഈ ഗ്രാൻഡ്സിൻ്റെ കാര്യങ്ങൾ, ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് DSMന്റെ യൂത്ത് വീക്കിൽ ഉണ്ടായ സമയത്ത് ഞങ്ങൾ നേരിട്ട് ഞാനും അതിലൊക്കെ പോയിട്ട് ഇവിടുത്തെ നമ്മുടെ SC/ST ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് തന്നെ നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹോസ്റ്റൽ നടത്തുന്നത് ഒരു പ്രൈവറ്റ് പാർട്ടിയാണ്, തേർഡ് പാർട്ടിയാണ് ഹോസ്റ്റൽ നടത്തുന്നത്. ട്രിവാൻഡ്രത്തിലെ പ്രൈം ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിൽ ഈ കുട്ടികൾക്ക് ഹോസ്റ്റൽ ഫീസ് വരാതെ 6 മാസമായിട്ട് വന്നിട്ടില്ല. ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും ഇതൊക്കെ ആയിട്ട് 6 മാസമായിട്ട് വന്നിട്ടില്ല. 2ാം വർഷത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി കംപ്ലയിൻറ്റ് ചെയ്തു. ഞാനവിടെ പോയി, ഇപ്പോൾ ഹോസ്റ്റൽ ഫീസ് അവർ കൊടുക്കുന്നത് വേറൊരു തേർഡ് പാർട്ടിക്ക് കൊടുത്തിട്ട് ഇവർക്ക് സ്കൂൾ പ്രിൻസിപ്പളിന് അയച്ചു കൊടുക്കും. പ്രിൻസിപ്പാൾ പിന്നെ അവർക്ക് പേയ്മെൻറ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ റെക്കോർഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അവരെ റെക്കോർഡ്സ് എടുത്ത് തന്നു. അതിനകത്ത് കഴിഞ്ഞ 6 മാസമായിട്ട് 6 മാസത്തിന് മുന്നേ തന്നെ ഈ ഫീസ് കൊടുത്തു കഴിഞ്ഞു. ആ റെക്കോർഡ്സ് പ്രകാരം ഇവിടെ നിന്ന് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു പ്രിൻസിപ്പാളിന്. പക്ഷെ അവിടെ നിന്ന് സ്ഥാപനത്തിൽ നിന്ന് ഈ കുട്ടികളുടെ ഹോസ്റ്റൽ നടത്തുന്ന തേർഡ് പാർട്ടിക്ക് ഈ ഫണ്ട് കൊടുത്തിട്ടില്ല. കൊടുക്കാത്തത് കാരണം ആ കുട്ടികൾ ഇത് പൈസ കെട്ടി വെക്കേണ്ടി വന്നു. ഇതാണ് അവസ്ഥ. ഇത് ഉള്ളവർ കൊടുക്കും, ഇല്ലാത്തവരെന്ത് ചെയ്യും? ഇല്ലാത്ത കുട്ടികളുണ്ട്, വളരെ താഴെത്തട്ടിൽ വരുന്ന കുട്ടികൾ അവിടെ ഉണ്ട്. ഞാനിത് വിഷയമാക്കുമെന്ന് പറഞ്ഞു. വേറൊന്നുമല്ല, അവിടെ വന്ന ഫണ്ട് അവരെടുത്ത് വക പറ്റി ചെലവഴിച്ചു, വേറെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് വിഷയം. അന്ന് വിഷയം ഉണ്ടാക്കിയപ്പോഴത്തേനും വിത്തിൻ 2 months ആ പൈസ തിരിച്ച് അവർ കൊടുപ്പിച്ചു. അപ്പോൾ ഇത്
അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടെ എക്സ്ട്രാ പറയുന്നത്, നമ്മളിപ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇ ഗ്രാൻസ് കൊടുക്കണം, ഇ ഗ്രാൻസിൻ്റെ ഫണ്ട് അവിടെ കൊടുക്കണമെന്ന് പറയുമ്പോഴും ഇതിൻ്റെ ഹോസ്റ്റൽ ഫീസിൻ്റെ ആയാലും ഇതിൻ്റെ പോക്കറ്റ് മണിയുടെ ആയാലും ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ 15 വർഷം മുമ്പുള്ളതാണ്. 2010 ക്രൈറ്റീരിയ വെച്ചിട്ടുള്ള ഹോസ്റ്റൽ ഫീസും പോക്കറ്റ് മണിയും ആണ് കൊടുക്കുന്നത് ഇപ്പോഴും. അതിനുശേഷം എത്രയോ പ്രാവശ്യം പെട്രോളിന് വില കൂടി, എത്രയോ പ്രാവശ്യം ഗ്യാസിന് വില കൂടി, എത്രയോ പ്രാവശ്യം ഫുഡിന് വില കൂടി, എത്ര പ്രാവശ്യം ഇടുന്ന തുണിക്ക് വില കൂടി. നമ്മുടെ ഡെയിലി ചെലവുകൾ അതിനനുസരിച്ച് മാറി. 15 വർഷം അല്ലെങ്കിൽ 10 വർഷത്തിന് മുന്നുള്ള പിന്നെ വില നിലവാരം വെച്ചിട്ടാണ് ഈ കുട്ടികൾക്ക് ഹോസ്റ്റൽ ഫീസും മറ്റ് ഫീസുകളും മാറുന്നത്. അപ്പം അത് മാറണം. ആ ക്രൈറ്റീരിയ മാറുകയും നിലവിൽ എന്താണോ ജീവിത ചെലവ് അതിന് ആനുപാതികമായിട്ടുള്ള ഹോസ്റ്റൽ ഫീസും അതിന് ഇ ഗ്രാൻഡിൻ്റെ ഫീസ് സ്ട്രക്ചേഴ്സും മാറേണ്ടതുണ്ട് എന്നാണ് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് അഡീഷണൽ ആയിട്ട് പറയുന്നത്. അനുമോനോട് ഞാൻ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇടത് സർക്കാരിൻ്റെ 10 കൊല്ലത്തെ ഭരണത്തിൽ ഇവിടുത്തെ പ്രബല സമുദായങ്ങളൊന്നും അവർക്ക് പരാതിയൊന്നുമില്ല. ഏതെങ്കിലും ജില്ലയിൽ അവരെ അവഗണിച്ചതായിട്ട് യാതൊരു പരാതിയും ഇവിടുത്തെ പ്രബല സംഘടിത സമുദായങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല. ഞാൻ അവരെ സംഘടനകളെ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. പക്ഷേ ഈ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സംഘടനകളും, ഇത് 90%-ലേറെ സംഘടന, ഒരുപക്ഷെ 100% തന്നെ പറയാം, 100% സംഘടനകളും നേതാക്കന്മാരും എഴുത്തുകാരും അക്കാദമീഷ്യന്മാരും ആക്ടിവിസ്റ്റുകളും ഒക്കെ തന്നെ ഇടത് സർക്കാരിനെതിരെ നിലകൊള്ളുകയും ഇപ്പോൾ അടുത്ത കാലത്ത് ഈ ഇലക്ഷൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ധാരാളം വാർത്തകൾ വരുന്നുണ്ട്. അതായത് പട്ടിക വിഭാഗത്തിൽപ്പെട്ട സംഘടനകളുടെ ഈ സംഘടനകളൊക്കെ തന്നെ UDF-നാണ് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. LDF-ന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സംഘടനയെ പോലും നമ്മുടെ ശ്രദ്ധയിലേക്ക് വന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ സർക്കാരിൽ ഏറ്റവും അധികം പരാതികളുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും അധികം അവഗണിക്കപ്പെട്ടത്, ഏറ്റവും അധികം പുറന്തള്ളപ്പെട്ടത് വിഭാഗങ്ങൾ എന്ന് പറയുന്നത് SC/ST വിഭാഗങ്ങൾ, പട്ടികജാതി പട്ടികവർഗക്കാർ, അതുപോലെ തന്നെ ഈ തോട്ടം തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, അങ്ങനെ തുടങ്ങിയ പാർശ്വവൽക്കൃത വിഭാഗങ്ങളാണ്. അനുമോഹൻ എന്താണ് ഈ കാര്യത്തിൽ ഉള്ള കമന്റ്? സാർ എൻ്റെ അടുത്ത് ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ, സത്യം പറയുന്നത് ഇതിന് ആൻസർ സാർ ചോദിച്ചു വോട്ടിൻ്റെ വാല്യൂ ഇവിടെ എങ്ങനെയാണ് എന്നുള്ളതാണ്. വോട്ടിൻ്റെ വാല്യൂ ആണ് നിശ്ചയിക്കുന്നത്. സാർ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഏതാണ്ട് 5 ലക്ഷത്തോളം വരുന്ന നമ്മുടെ സർക്കാർ ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാർ, എയ്ഡഡ് കോളേജുകൾ ഇൻക്ലൂഡിങ് എയ്ഡഡ് കോളേജിൽ ഏതാണ്ട് 1.5 ലക്ഷം, സാർ നേരത്തെ പറഞ്ഞ ഏതാണ്ട് 2 ലക്ഷം വരും എയ്ഡഡ് കോളേജുകളിലെ അധ്യാപകർ, അനധ്യാപകരൊക്കെ ഉൾപ്പെടും. ഇവരെ സംബന്ധിച്ച് ഇതൊരു ഫോഴ്സാണ്. ഈ ഫോഴ്സിൽ എയ്ഡഡ് കോളേജിൻ്റെ സെക്ടർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇതെല്ലാം ജാതി കോളനികളാണ്. അത് ജാതി കോളനികൾ പിന്നെ അവർക്ക് അവരുടെ സമുദായത്തിൽ നിന്ന് പൈസ വാങ്ങിച്ച് അവർ നിയമനം നടത്തി ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്ന ആൾക്കാരാണ്, അല്ലേ? നമ്മളിപ്പോൾ ഒരാളുടെ വീട്ടിൽ പോയിട്ട് സാറിൻ്റെ വീട്ടിൽ 4 വോട്ടുണ്ട്, ഞാൻ ഒന്ന് സാറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് 4 വോട്ട് എനിക്ക് ചെയ്യാം, സാറിന് ചിലപ്പം ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ തൊട്ടപ്പുറത്ത് 50 പേര് കൂടിയിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ, ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ പോയിട്ട് 50 പേരെ വോട്ട് ഞങ്ങൾക്ക് ചെയ്യണം, നിങ്ങൾക്ക് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 വരത്തില്ലെങ്കിലും 40 വോട്ടെങ്കിലും അവിടെ വീഴും. ഇത്തരത്തിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടേഴ്സായിട്ട് എയ്ഡഡ് കോളേജ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പിന്നെ ഈ സംഘടനകളും ഓർഗനൈസേഷൻസ് സ്ഥാപനങ്ങളും മാറിക്കഴിഞ്ഞു. അപ്പോൾ ആ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ അപ്പോൾ അതിനെ നിയന്ത്രിക്കുന്ന ആരാണ്? അതിനെ നിയന്ത്രിക്കുന്ന ഇവിടുത്തെ സാമുദായിക ശക്തികളാണ്. അപ്പോൾ അവരുടെ വോട്ടിന് വാല്യൂ കൂടുതലാണ്. അവരെ കൂടുതലായിട്ട് സ്വാധീനിക്കാൻ പറ്റും. അതുകൊണ്ടാണ് കളിച്ചുകുളങ്ങരയിലും അതുകൊണ്ടാണ് പെരുന്നയിലും ഒക്കെ ആൾക്കാർ കൂടുതൽ പോകുകയും അവരുടെ വാല്യൂവിനനുസരിച്ച് ഇവർ സംസാരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദളിത് സംഘടനകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ദളിത് ഓർഗനൈസർ ഈ പറഞ്ഞ പോലെ ആക്ടിവിസ്റ്റുകളെയോ മറ്റു ആൾക്കാരെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഓർഗനൈസ്ഡ് അല്ല. ഇത്തരത്തിൽ സ്ഥാപനവൽക്കരിക്കപ്പെട്ട ഒരു ജനസമൂഹമോ സ്ഥാപനവൽക്കരിക്കപ്പെട്ട ഒരു സംവിധാനമോ ഇവർക്കില്ല. അതുകൊണ്ട് തന്നെ ഇവർ വ്യക്തിപരമായിട്ട് പറഞ്ഞാലും അത് സ്വാധീനിക്കാവുന്ന ഇടങ്ങൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ കുറവാണ്. കമ്പാരിറ്റീവ്ലി മറ്റുള്ളവരെക്കാളും സ്വാധീനിക്കാൻ, വോട്ടിൻ്റെ പാറ്റേണിനെ ജയിക്കാനോ തോൽപ്പിക്കാനോ അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനോ തരത്തിലുള്ള സംവിധാനങ്ങൾ മറ്റ് ഈ ദളിത് ഉൾപ്പെടെയുള്ള സമൂഹങ്ങൾക്ക്, SC സമൂഹങ്ങളുടെ ഓർഗനൈസേഷൻസിന്, ലീഡേഴ്സിന് കുറവാണെന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ ഇവർ UDF-നെ സപ്പോർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് എടുത്താലും അത് കൂടുതൽ ഇടങ്ങളിലോട്ട് വ്യാപരിക്കുക. അതൊരു കാര്യമാണ് സാർ. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു വളരെ ഭയങ്കര വലിയൊരു മാറ്റം ഉണ്ടാകണം. ഇപ്പോൾ പോലും വേണമെങ്കിൽ മാറ്റം ഉണ്ടാക്കാം. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്, രാജ്യസഭയിൽ സോംപ്രദായം ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ റിസർവേഷൻ ഇല്ലാതെ ഒരു കാൻഡിഡേറ്റായിട്ട് രാജ്യസഭയിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ട കേരളത്തിൽ ഒരേ ഒരാൾ സോമപ്രസാദാണ്, CPM ആണ് നോമിനേറ്റ് ചെയ്തത്. എന്നാൽ അത് SC വിഭാഗത്തിൽ നിന്ന്, ST വിഭാഗത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഇതുവരെ ആരും തന്നെ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അതായത് ഒരു റിസർവേഷനും ബാധിക്കാത്ത ഇടത്തിൽ ഒരാളും തന്നെ
റിസർവേഷൻ ഇല്ല എങ്കിൽ യു ആർ നോട്ട് പാർട്ട് ഓഫ് ദാറ്റ് സിസ്റ്റം എന്നാണ് അവർ പറയുന്നത്. എന്തുകൊണ്ട് ആദിവാസി ജനസമൂഹത്തിൽ നിന്നുള്ള CK ജാനുവിനെ കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ നിന്നോ രാജ്യസഭ എന്നൊരു MP എന്നൊരു സ്ഥാനം കൊടുക്കുകയോ, ഞാൻ പറയുന്ന ഒരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സാർ ഈ പറഞ്ഞതുപോലെ നേരത്തെ നമ്മൾ ട്രിഗർ ചെയ്യപ്പെടും, ഈ കമ്മ്യൂണിറ്റി ട്രിഗർ ചെയ്യപ്പെടും, കൂടുതൽ അവരെയപ്പെടും, ഞങ്ങളെ ഉൾക്കൊള്ളുന്നു. ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യം, നേരത്തെ ശ്രീലക്ഷ്മി പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ രാഷ്ട്രപതിയെ ഇന്ന ആൾ ചെയ്തു എന്ന് പറയുന്നത് പോലെ അല്ല ഇത് ഒരു MP എന്ന് പറഞ്ഞൊരു സ്ഥാനം ഇവർക്ക് കൊടുക്കുകയും അത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ പ്രാതിനിധ്യമാണ് SC കമ്മ്യൂണിറ്റിയുടെ പ്രാതിനിധ്യമാണ് തരത്തിൽ ആൾക്കാർ ഏറ്റവും താഴെ തട്ടിലുള്ളവർ പോലെ അംഗീകരിക്കും. അത് വളരെ വലിയൊരു ഷിഫ്റ്റ് ഉണ്ടാക്കുകയും ചെയ്യും. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ടാണ് ഈ പറയുന്നത് ദളിത് സംഘടനകളോ അല്ലെങ്കിൽ SC ST സമൂഹത്തിലുള്ള ആൾക്കാരോ അവർക്ക് സംഘടനകളോ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവർ വെൽ ഓർഗനൈസ്ഡ് അല്ലാത്തതുകൊണ്ട്, അവർക്ക് ഈ സ്ഥാപനവൽക്കരിക്കപ്പെടാത്തതുകൊണ്ട് തന്നെ അവരുടെ ആശയങ്ങൾ വോട്ടായിട്ട് മാറപ്പെടത്തില്ല. മറ്റേതങ്ങനെയല്ല, വോട്ടായിട്ട് മാറപ്പെടും. ഒരു അഡീഷണൽ ചോദിച്ചോട്ടെ, സണ്ണിയെയും ജാനുവിനെയും UDF എടുത്തില്ല, അതുകൊണ്ടൊരു ഇൻക്ലൂസീവ് മെസ്സേജ് വെളിയിൽ പോകുന്നില്ല. Why can't CPM do that? Why can't CPM propose Janu to the രാജ്യസഭ? ഇപ്പോൾ ജോൺ ബ്രിട്ടാസിന്റെ സമയം കഴിയാറായി, അവർ ഡിക്ലെയർ ചെയ്ത ഇലക്ഷന് മുമ്പ് why can't they do that? ഇപ്പം NM പ്രസാദ് എന്ന് പറഞ്ഞൊരു ബിസിനസ് പേഴ്സണെയാണ് പാലക്കാട് വെച്ചിരിക്കുന്നത്. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. പാലക്കാട് CPM സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത്. സോ NM പ്രസാദിനെ പോലുള്ളൊരു ബിസിനസ് പേഴ്സണ് സീറ്റ് കൊടുക്കാന്നുണ്ടെങ്കിൽ സണ്ണിയെ UDF അവഗണിച്ചു. ഓക്കെ, ദെൻ ലെറ്റ് കം ഹിയർ, വി വിൽ ഗീവ് യു സീറ്റ് എന്ന് എന്തുകൊണ്ട് CPM പറയുന്നില്ല? CPM അത് പറയാൻ പറ്റത്തില്ല, അതെന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല? ഇറ്റ്സ് മൈ ഡൗട്ട്. ഇല്ലേ, അത് ചേർത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ലീഗിനും അത് പരിഗണിക്കാമായിരുന്നല്ലോ. ഇപ്പൊ ചേലക്കര പോലെ ഒരു സ്റ്റേറ്റ് ലീഗിന് കിട്ടി. ഇപ്പം സമ്മന്ന സീറ്റ് തന്നെ കൊടുക്കും, ഒരു ജനറൽ സീറ്റിന് സർവ്വതാർഹനാണ് സണ്ണി സാർ. അതെ, അപ്പം കോൺഗ്രസ് ഇൻക്ലൂഡ് ചെയ്തില്ല, അതുകൊണ്ട് ഇൻക്ലൂസീവ് മെസ്സേജ് പോയില്ല എന്ന് നമ്മൾ പറയുമ്പോൾ എനിക്കതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ബട്ട് മൈ ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് വൈ ഇസ് നോട്ട് CPM ഓൾസോ ഗിവിംഗ് ദം സീറ്റ്? ദേ ആർ ഓൾസോ അറ്റ് സെയിം ഫോൾട്ടിലല്ല അവരും? അവരാണല്ലോ വിമോചകർ. അല്ല, ഐഡിയോളജിക്കലി അവരാണ് ആദ്യം പരിഗണിക്കുന്നത്. അവരല്ലേ? അതെ. മുതലാളി പ്രസ്ഥാനം കൊടുത്തില്ലെങ്കിൽ തൊഴിലാളി പ്രസ്ഥാനം കൊടുക്കണം. ഇപ്പം കോവൂർ കുഞ്ഞു മോന് 5 പ്രാവശ്യമായിട്ട് MLA ആണ് അദ്ദേഹം, പക്ഷെ ഇതുവരെ മന്ത്രിയായിട്ടില്ല. 5 പ്രാവശ്യമായിട്ട് MLA ആയിട്ട് മന്ത്രിയായിട്ടില്ല. കേളുവിനെ കൊണ്ടുവന്നിട്ട് ST ഇതിൽ വെച്ചിട്ട് വകുപ്പിൽ വെച്ച് SCക്ക് മന്ത്രിയില്ല. രാധാകൃഷ്ണൻ പോയപ്പോൾ ദേവസ്വം ബോർഡ് സ്ട്രിപ്പ് ചെയ്തു. ഇപ്പോൾ കേളുവിന് ദേവസ്വം വകുപ്പില്ല. അപ്പോൾ രാധാകൃഷ്ണനെ പോലും പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പറഞ്ഞു വിട്ടത്. അപ്പം കോൺഗ്രസ് കൊടുത്തില്ല, ശരി, കോൺഗ്രസിന് മെസ്സേജ് പോയില്ല, എന്നാൽ CPM കൊടുക്കട്ടെ. എന്തുകൊണ്ടത് CPM ചെയ്യുന്നില്ല? അവരും കുറ്റക്കാരാണ്. ഇപ്പോൾ സണ്ണിയും ജാനുവും കോൺഗ്രസ് തന്നില്ല എന്ന് പറയുമ്പം സണ്ണിയും ജാനും ഒരു കാര്യം തിരിച്ചറിയണം, CPM നിങ്ങളെ പരിഗണിച്ചില്ല എന്നുള്ളതാണ്. അതാണ് ഞാൻ ചോദിച്ചത്, മുമ്പേ പറഞ്ഞ് 45-48 എന്നൊക്കെ പറയുന്ന ശതമാനത്തിൽ എത്ര പേര് സെൻസിറ്റൈസ്ഡ് ആണ്? ഞങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവർ ഞങ്ങളുടെ റൈറ്റ്സ് ഡിനൈ ചെയ്യുന്നില്ല എന്നുള്ളത് എത്ര പേര് സെൻസിറ്റൈസ്ഡ് ആണെന്നുള്ളതാണ് ചോദ്യം. ആ സെൻസിറ്റൈസേഷൻ ഈ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും മുമ്പ് പറഞ്ഞ സാറ് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ശ്രീലക്ഷ്മി പറഞ്ഞ ഈ ട്രൈബ് ഉണ്ടല്ലോ, ഈ ട്രൈബ് എന്ന് പറയുന്നതല്ല, അതിനേക്കാളും കൃത്യമായൊരിതുണ്ട്, താലിബാനിസം എന്ന് പറയും. തമിഴ്നാട്ടിൽ പണ്ട് കുതിര വണ്ടികളുണ്ടായിരുന്നു. 2 കണ്ണിൻ്റെ അവിടെയും പച്ച ഫ്ലാപ്പ് വെക്കും. കുതിര ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആണ് ശബ്ദം കേട്ടാൽ അല്ലെങ്കിൽ കാഴ്ചകളിൽ. അപ്പോൾ ഈ 2 ഫ്ലാപ്പിലും 2 ഐയുടെ സൈഡിലും ഫ്ലാപ്പ് വെച്ച് കഴിഞ്ഞാൽ കുതിരയുടെ വിഷൻ എപ്പോഴും മുമ്പോട്ട് മാത്രമായിരിക്കും. അത് മറ്റ് ഇടതും വലതും നടക്കുന്ന അറിയില്ല. അപ്പോൾ കുതിര പ്രോപ്പറായിട്ട് മുമ്പോട്ട് നീങ്ങത്തുള്ളൂ. അതാണ് താലിബാനിസം, അതാണ് CPM കമ്മ്യൂണിസ്റ്റുകാർ. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ യു വിൽ ഓൺലി സീ ദാറ്റ് ദ വേർഷൻ വിച്ച് ദേ ഷോസ്. അതാണ് ഇതിനകത്ത് ഒരു പ്രശ്നം. ചോദ്യം ചോദിക്കാനും പറ്റത്തില്ല, ചോദിച്ചാൽ വീട്ടിൽ പോയി ചോദിച്ചാലെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സാർ പറഞ്ഞ ക്വസ്റ്റ്യൻ വളരെ റിലവൻ്റ് ആണ്. നമ്മൾ ഈ 4 പേരും വന്നിരിക്കുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്. 2 ക്വസ്റ്റ്യൻസിൻ്റെ ബേസിലാണ് നമ്മൾ ഈ 4 പേരും വന്നിരിക്കുന്നത്. ഒന്ന്, ഭരണ തുടർച്ച വേണ്ട എന്ന് അഭിപ്രായമുള്ള 4 പേരാണ് നമ്മൾ. 4 പേര് ഭരണ തുടർച്ച ആവശ്യമില്ല എന്നുള്ളത്. ഭരണ തുടർച്ച ആവശ്യമില്ല എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം എന്താണ്? കഴിഞ്ഞ 10 വർഷം ആയിക്കോട്ടെ, അതിന് 1956 മുതലുള്ള ഭരണ രീതിയിലായിക്കോട്ടെ, ഒരു കാലഘട്ടത്തിലും LDF സർക്കാർ അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തെ
പട്ടികജാതി വിഭാഗങ്ങളെ, അവാന്തര വിഭാഗങ്ങളെ ഉൾപ്പെടെ അവരുടെ രക്ഷകർതൃത്വം ഏറ്റെടുക്കുന്ന LDF സർക്കാരുകൾ ഒരു കാലഘട്ടത്തിലും ഇവർക്ക് ഈ സമൂഹത്തിന് വേണ്ടി നിലകൊണ്ടിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലാണ് നമ്മൾ ഭരണ തുടർച്ച ഇനി ആവശ്യമില്ല. ആ ഭരണ തുടർച്ച കഴിഞ്ഞ 10 വർഷമായിട്ട് LDF അധികാരം നേടിയിട്ട് ഏറ്റവും കൂടുതൽ ദോഷമുണ്ടായത് ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കാണ്. സാറിന് അറിയാമായിരിക്കും, 2021 SC/ST സബ് ക്ലാസിഫിക്കേഷൻ SC/ST സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സെൽ B നിർത്തലാക്കുന്ന ഉത്തരവ് പൊതുഭരണ വകുപ്പ് ഇറക്കുന്നത്. ആ പൊതുഭരണ വകുപ്പ് ഇറക്കുന്ന ഉത്തരവോടുകൂടി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റുകൾ നടത്താൻ വേണ്ടി SC/ST അതാത് വകുപ്പുകളിൽ നിന്നും അതാത് വർഷത്തിലുണ്ടാകുന്ന ബാക്ക്ലോഗ്സ് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ട് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സെല്ല് Bക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ആ സെൽ എനെ നിലനിർത്തിക്കൊണ്ട് സെൽ ബിനെ നിർത്തലാക്കുന്ന ഉത്തരവ് പിണറായി വിജയൻ സർക്കാർ ഇറക്കി. 10ഓളം SRPs എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ കീഴിൽ 10ഓളം ദളിത് സംഘടനകൾ സമരം നടത്തി. ഞാൻ നേരത്തെ സാറിന് സൂചിപ്പിച്ചു, ഇവിടെ നമ്മൾ സമരം നടത്തിയാൽ പോലും, തെരുവിലിറങ്ങിയാൽ പോലും വി ആർ നോട്ട് ഗെറ്റിംഗ് എനി കൈൻഡ് ഓഫ് ആൻസേഴ്സ്. വി ആർ നോട്ട് ബീങ് അഡ്രസ്ഡ്. അവർ സൊല്യൂഷൻ അല്ലെങ്കിൽ അത് ആ ഇഷ്യൂ അഡ്രസ് ചെയ്യപ്പെടുന്നില്ല. ഏതാണ്ട് 10,000 പേരെ നിരത്തിക്കൊണ്ട് KPMSന്റെ ഏറ്റവും വലിയ ഓർഗനൈസേഷൻ ആയിട്ടുള്ള പുനല ശ്രീകുമാർ സമരം നടത്തി. ആരും മീൻ ചെയ്തില്ല. ഒരാൾ, ഈവൻ മീഡിയ പോലും അതിനൊരു ഇത് കൊടുത്തില്ല എന്നുള്ളതാണ്. ഏതാണ്ട് 2000-ഓളം തൊഴിലവസരങ്ങൾ ആ കമ്മ്യൂണിറ്റിക്ക് നഷ്ടമാകുന്ന സാഹചര്യത്തിലോട്ടാണ് സെൽ B നിർത്തലാക്കിയിട്ട് പോയത്. ഈ സെൽ B നിർത്തലാക്കിയിട്ടുള്ള 4 ഉദ്യോഗസ്ഥരെ അതിനകത്തുള്ളൂ. ഈ 4 ഉദ്യോഗസ്ഥരെ പിന്നെ എവിടെ കൊണ്ടുപോയി എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. മുന്നോക്ക വകുപ്പിൻ്റെ കോർപ്പറേഷൻ്റെ ഉദ്യോഗസ്ഥരായിട്ടാണ് ഈ 4 പേരെ ട്രാൻസ്ഫർ ചെയ്തത്. സെൽ A മാത്രമായിട്ട് സെൽ Aയിൽ 3-4 പേരേ ഉള്ളൂ. ഈ സെൽ Aക്ക് പവറില്ല. സെൽ Bക്ക് മാത്രമേ ഇതിനൊരു വിവിധ വകുപ്പ് മേധാവികളെ ഈ ഇതെടുത്തിട്ട് വർഷത്തിലെടുത്തുന്ന ഈ പ്രാതിനിധ്യ കുറവ് എടുത്തിട്ട് ഓർഡർ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിന് നിങ്ങളിത് തരണമെന്ന് പറയാനായിട്ടുള്ള ഒരു പവർ ഉള്ളത് സെൽ Bക്കാണ്. അതാണ് നിർത്തലാക്കിയത്. അതോടുകൂടി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്നുള്ള സംവിധാനത്തിന് കടക്കൽ കത്തിവെക്കുന്ന ഒരു പരിപാടിയിലോട്ട് പോയി. ഇതൊരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിലവിൽ നമ്മൾ എയ്ഡഡ് കോളേജിന്റെ കാര്യമാണല്ലോ പറയുന്നത്. 1,36,000 അല്ലെങ്കിൽ 2 ലക്ഷം പേരോ, അതിൽ 10% ദളിത് വിഭാഗങ്ങൾക്ക് ഉള്ളതാണല്ലോ. SC/ST വിഭാഗങ്ങൾക്ക് ഭരണഘടനാപരമായിട്ടുള്ളതാണ്. അത് 13,600 തൊഴിലവസരങ്ങൾ ഒരു ജനസമൂഹത്തിന് ആ തൊഴിലിടം നിഷേധിച്ചുകൊണ്ട് 13,600 പേര് അധ്യാപകരോ അനധ്യാപകരോ ആയിട്ട് നിയമിക്കാൻ അതിനൊരു കപ്പാസിറ്റി, ക്വാളിഫിക്കേഷൻസ് ഉള്ള ആൾക്കാരെ നിലനിൽക്കെ ആ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരെ 13,600 പേരെ നിയമനം നടത്തുക മാത്രമല്ല, അത് ഈ ഓരോ നിയമനങ്ങളിലും, അത് അസിസ്റ്റന്റ് പ്രൊഫസർ ആണെങ്കിൽ 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണ് വില. മറ്റേ പിയൂണാണെങ്കിൽ 5 ലക്ഷം മുതൽ 30 ലക്ഷം രൂപ വരെയാണ് വില. സാറൊന്ന് ആലോചിച്ച് കൂട്ടി നോക്കി. ഒരു 13,600 ഇൻറ്റു ഓൺ ആൻ ആവറേജ് 25 lakhs, എത്ര ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് ഈ സമൂഹത്തിനുള്ളത്. ഈ പൈസ വിറ്റ് കാശാക്കിയാണ് NSSന്റെയും SNDPന്റെയും സിറിയൻ ക്രിസ്തവ സമൂഹങ്ങളുടെയും മറ്റ് മുസ്ലിം മാനേജ്മെന്റുകളുടെയൊക്കെ ബഡ്ജറ്റ് പോലും വർഷാവർഷം കൂടുന്നത്. അവർ ദളിത് സമൂഹത്തിന്റെ അവകാശങ്ങളെ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധിത്വത്തെ വിറ്റ് കാശാക്കി അവരുടെ ബഡ്ജറ്റ് കൂട്ടുകയും അതേസമയം അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു കുടുംബം, 4 പേരടങ്ങുന്ന ഒരു കുടുംബം അപ്ലിഫ്റ്റ്മെന്റ് ചെയ്യപ്പെടുകയും ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ ഈ ഒരു ഫാമിലി, നമ്മുടെ ഈ റൈസ് ആണല്ലോ, സോഷ്യൽ ലൈഫ് എന്ന് പറയുന്ന ഒരു റൈസ് ആണല്ലോ. ആ റൈസിൽ നമ്മൾ പിറകെ എന്ന് മാത്രമല്ല, നമ്മൾ ഏറ്റവും പിറകിലാണ്. നമ്മുടെ കയ്യിരിക്കുന്ന സാധനം കൂടെ വാങ്ങിച്ചുകൊണ്ട് മറ്റേവൻ ഓടുകയാണ്. സോ വി ആർ നോട്ട് ഇൻ എ സെയിം ലൈൻ. അപ്പൊ ഇത് അഡ്രസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് ഇടതുപക്ഷം. കാര്യം അവർ നമ്മുടെ രക്ഷകർത്താക്കളാണല്ലോ, ജന്മനാൽ അവർ നമ്മുടെ രക്ഷകർത്താക്കളാണ്. അപ്പൊ അങ്ങനെ, പക്ഷെ അവരുടെ ചുവപ്പിനെ കൂടുതൽ ചുവപ്പാക്കിയത് ദളിതന്റെ ചോരയാണ്. നമ്മുടെ മഹാത്മാ അയ്യങ്കാളിയും പൊയ്കയിലപ്പച്ചനോ അല്ലെങ്കിൽ നമ്മുടെ കല്ലറ സുകുമാരൻ വരെ ഉള്ള ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത് വെച്ച ഒരു നവോത്ഥാന ഒരു ഉഴുതുമറിക്കലാണ്. ആ ഉഴുതുമറിക്കലിന്റെ പുറത്ത് അതിൽ പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് ആയാലും. അപ്പം നമ്മൾ വളരെ കൃത്യമായിട്ട്, വളരെ വിസിബിളായിട്ട്, ഇപ്പോൾ എയ്ഡഡ് കോളേജിന്റെ കേസിലാണെങ്കിൽ എയ്ഡഡ് കോളേജുകളിൽ വികലാംഗർക്ക് പ്രത്യേകമായിട്ട് പരിഗണന കൊടുക്കണമെന്നും അവരുടെ നിയമനങ്ങൾ മേക്ക് ഷുവർ ആ സീറ്റുകൾ മാറ്റി വെച്ചിട്ട് വേണം നിങ്ങൾ മറ്റ് നിയമന ഉത്തരവുകൾ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നിലവിൽ കോടതി ഉത്തരവ് വന്നത്.
PSCക്ക് വിടണമെന്നുള്ള ആവശ്യം പ്രായോഗികമല്ലെങ്കിൽ അങ്ങ് മാറ്റിവെക്കുക. ആർട്ടിക്കിൾ 31 പ്രകാരം എന്തെങ്കിലും പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാർ പറഞ്ഞല്ലേ, രാഷ്ട്രീയപരമായിട്ട് പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സമൂഹം തന്നെയാണല്ലോ നമ്മുടെ ഈ സമൂഹം. അത് മാറ്റിവെക്കുക. ഓക്കെ, PSCക്ക് വിടണ്ട. എയ്ഡഡ് കോളേജ് നിയമനങ്ങൾ എങ്ങനെയാണോ വികലാംഗർക്ക് മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ള നിയമനങ്ങൾ നടത്തിയത്, അതുപോലെ SC/ST വിഭാഗത്തിന് 100 സീറ്റ് എടുക്കുമ്പോൾ 10 സീറ്റ് SC/ST വിഭാഗങ്ങൾ കൊടുക്കാനുള്ള ഞങ്ങൾ കൊടുത്തതിന് ശേഷം ആ സീറ്റുകൾ ഞങ്ങൾ വിറ്റ് കാശാക്കാതെ ബാക്കി 90 സീറ്റ് ഞങ്ങൾ വിറ്റ് കാശായിക്കൊള്ളാം, അല്ലെങ്കിൽ പ്ലസ് വികലാംഗർക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കുള്ളതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അങ്ങനെ ഒരു നിലപാടാണ്, അങ്ങനെ ഒരു പോളിസിയാണ് LDF സർക്കാർ എടുത്തിരുന്നെങ്കിൽ ഭരണ തുടർച്ച വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളാരും തന്നെ സംസാരിക്കത്തില്ലായിരുന്നു. അപ്പം അത്തരത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ടും കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ടായിട്ടും ഞങ്ങളെ, അല്ലെങ്കിൽ ദളിത് സമൂഹങ്ങളെ, അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് വിചാരിക്കപ്പെടുന്ന LDF സർക്കാർ അല്ലെങ്കിൽ LDF ഗവൺമെൻറ്റുകളും രാഷ്ട്രീയ പാർട്ടികളും അവർ അഡ്രസ്സ് ചെയ്യുന്നില്ല, ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നില്ല. അപ്പം ദർ ഈസ് എൻ ഓൾട്ടർനേറ്റീവ്. അതാണ് രണ്ടാമത്തെ നമ്മളോട് ഇരിക്കുന്നതിൻ്റെ രണ്ടാമത്തെ ചോദ്യം അതാണ്. അങ്ങനെയാണെങ്കിൽ LDF അഡ്രസ്സ് ചെയ്യുന്നില്ല, UDF ഈ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല, BJP അഡ്രസ്സ് ചെയ്യത്തേ ഇല്ല. അത് നമുക്ക് അപ്പോൾ അങ്ങനെ അഡ്രസ്സ് ചെയ്യപ്പെടാത്ത സ്ത്രീകളുടെ വിഷയങ്ങൾ, പട്ടികജാതിക്കാരുടെ വിഷയങ്ങൾ, നേരത്തെ ലേബർ വിഷയങ്ങൾ സാറ് പറഞ്ഞു, തൊഴിലാളി വർഗ വിഭാഗത്തിൻ്റെ വിഭാഗങ്ങൾ പറഞ്ഞു, ഇതിനെല്ലാം കൂടെ ചേർത്തുകൊണ്ട് നമുക്കൊരു 4ാം മുന്നണി വേണമോ എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ അജണ്ട ഈ ഇരിക്കുന്നതിൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ് നിലവിൽ ഇങ്ങനെ ഉണ്ടായിരുന്നൊരു സാധ്യതയെ മാറ്റി നിർത്തുന്ന തരത്തിൽ UDFൻ്റെ ഭാഗത്തു നിന്ന് ഒരു കാര്യം ഉണ്ടായെന്നുള്ളത് വസ്തുതാപരമായി പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ UDFനെ നമ്മൾ എതിർത്ത് പറഞ്ഞതല്ല. ഭരണ തുടർച്ച വേണ്ട എന്നുള്ളത് പട്ടികവർഗ സമൂഹത്തിലെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്, ഭരണ തുടർച്ച വേണ്ട എന്നുള്ളത്. അതിൽ നിന്നുകൊണ്ട് തന്നെയാണ്. പക്ഷെ യാഥാർത്ഥ്യം നമുക്ക് പറയാതിരിക്കാനും പറ്റാത്തത് കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. സാർ, ഒരു ചോദ്യം കൂടെ, ഒറ്റ ചോദ്യം. ഈ കഴിഞ്ഞ UDF ഭരണകാലത്ത് ഈ 5ാം മന്ത്രി എന്ന് പറയുന്ന ഒരു വിവാദം നടക്കുകയുണ്ടായി. അത് മുസ്ലിം ലീഗിന് 4 മന്ത്രിമാരുണ്ടായിരുന്നു. ഒരു 5ാമതൊരു മന്ത്രി കൂടി ചോദിച്ചപ്പോൾ ഇവിടെ LDF വലിയ കോലാഹലങ്ങളാണ് സൃഷ്ടിച്ചത്. പക്ഷേ ഇപ്പോൾ ഒറ്റ സമുദായത്തിൽ നിന്ന് 10 മന്ത്രിമാരുണ്ട്. അപ്പോൾ സമൂഹം അതൊരു ചർച്ചയ്ക്ക് വെക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ചർച്ച ഇന്നവരെ പുറത്ത് വന്നിട്ടുമില്ല. അപ്പം ഈ പുറന്തള്ളപ്പെടുന്നത് SC/ST വിഭാഗങ്ങൾ മാത്രമല്ല, അതുപോലെ തന്നെ നമ്മൾ ദേവസ്വം ബോർഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിലും ഒരു സവർണ മേധാവിത്വം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഇപ്പം ഹിന്ദുക്കളുടെ ഭൂരിപക്ഷ സമുദായം എന്ന് പറയുന്നത് OBCയും അതുപോലെ ഈഴവാസും SC/ST വിഭാഗം കൂടി ചേരുമ്പോഴാണ് അതായത് ഹിന്ദുക്കളുടെ ഭൂരിപക്ഷ വിഭാഗമാകുന്നത്. നേരെ മറിച്ച് ദേവസ്വം ബോർഡിലും ഇതേ സംഗതി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിലും ഏതാണ്ട് 90% സവർണ വിഭാഗങ്ങൾ, അതായത് ഉദ്യോഗങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ഒരു രീതി കാണാനായിട്ട് സാധിക്കും. അപ്പം ഈ LDF സർക്കാരിൻ്റെ കാലത്ത് യഥാർത്ഥത്തിൽ SC/ST വിഭാഗങ്ങൾ മാത്രമല്ല, നേരെ മറിച്ച് കൃത്യമായും മുസ്ലിങ്ങളെയും അതേപോലെ തന്നെ ഈ OBC വിഭാഗങ്ങളെയും എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ? അത് തീർച്ചയായും അതൊരു വസ്തുത തന്നെയാണ്. അത് ഗവേണൻസിൻ്റെയും ക്യാബിനറ്റിൻ്റെ കാര്യമൊക്കെ എടുത്താലും അവിടെ അപ്പർ കാസ്റ്റിലുള്ളവർക്ക് തന്നെയാണ് പ്രാതിനിധ്യം കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ കാര്യം പറയുമ്പം ഹിന്ദു അസറ്റ്സ് എന്നാണ് ഈ ദേവസ്വം ബോർഡിൻ്റെ അസറ്റ്സിനെ പറയുന്നത്. ഹിന്ദു അസറ്റ്സിൻ്റെ അകത്ത് ദളിത്സ് ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ സേ ഉള്ളതോ ഡിസിഷൻ മേക്കിംഗ് പൊസിഷനിലോ ഒരിക്കലും ദേവസ്വം ബോർഡിൽ എത്തുന്നില്ല എന്നുള്ളതാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ 1 ലക്ഷത്തി ഇപ്പം എയ്ഡഡ് കോളേജിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പം കിബി നടത്തുന്ന പ്രോജക്റ്റുകൾ ഇവർ ക്ലെയിം ചെയ്യുന്നത് 1,60,000 കോടിയുടെ പ്രോജക്റ്റ് എന്നാണ്. അപ്പോൾ അതിനകത്ത് എത്രമാത്രം എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ആ എംപ്ലോയ്മെൻറ്റ് ജനറേഷനിൽ എവിടെയെങ്കിലും ഈ പറയുന്ന OBCക്കോ SCക്കോ STക്കോ ഉള്ള റിസർവേഷനോ പാലിക്കുന്നുണ്ടോ? ഇല്ല. അതെല്ലാം പ്രൈവറ്റ് റിക്രൂട്ട്മെൻ്റ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയും അവസരങ്ങൾ നിഷേധിക്കുകയാണ്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സെക്ടറുകൾ ഇപ്പോൾ 2 ലക്ഷം ടേൺ ഓവർ ഉള്ളതാണ്, 2 ലക്ഷം കോടിയുടെ ടേൺ ഓവർ ഉള്ളതാണ് കേരളത്തിലെ കോപ്പറേറ്റീവ് സെക്ടർ എന്ന് പറയുന്നത്. ഈ കോപ്പറേറ്റീവ് സെക്ടറിനെ പ്രൈവറ്റ് എൻറ്റിറ്റി ആയിട്ട് കണക്കാക്കി വെച്ചുകൊണ്ട് അവിടെയും ഈ സംവരണ തത്വങ്ങൾ പാലിക്കുന്നില്ല. ഇത് SC/STക്ക് മാത്രമല്ല OBCക്കും ഇത്തരത്തിലുള്ള എക്സ്ക്ലൂഷൻ നടക്കുന്നുണ്ടെന്നുള്ളത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി OBCയിൽ ഈഴവ വിഭാഗത്തിൻ്റെ ഒരു സേ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഇവർക്കുണ്ടെന്ന് ഇവർ ക്ലെയിം ചെയ്യുകയും അതോടൊപ്പം തന്നെ മെജോറിറ്റി ഈ ആയിട്ടുള്ള അപ്പർ കാസ്റ്റിൻ്റെ നായർ സമുദായത്തിൻ്റെ സപ്പോർട്ടുണ്ടെന്നും അവരെ അപ്പീസ് ചെയ്ത് കൂട്ടത്തിൽ നിർത്തുകയും ചെയ്തുകൊണ്ട് അവർ എലക്ഷൻ വിൻ ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
അതിന് വേണ്ടിയിട്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് വളരെ കൃത്യമായിട്ട് അവർ ചെയ്യും. വേണ്ട സമയത്ത് ക്രിസ്ത്യൻസിനെ മാറ്റി നിർത്തും, വേണ്ട സമയത്ത് മുസ്ലിംസിനെ മാറ്റി നിർത്തും, വേണ്ട സമയത്ത് ഇവരെല്ലാം ചേർത്ത് നിർത്തും. അതിനനുസരിച്ചുള്ള ബിഷപ്പിനെ ചിലപ്പോൾ നികൃഷ്ടജീവി എന്ന് വിളിക്കും, മലപ്പുറം മിസ്ക്രിയൻസിൻ്റെ ജില്ല എന്ന് പറയും. മാറ്റി മാറ്റി പറയുക, എങ്ങനെയെങ്കിലും പവറിലിരിക്കുക, പവറിലിരുന്ന് അവരുടെ സംവിധാനങ്ങൾ, അവരുടെ സ്വാധീനം വ്യാപിപ്പിക്കുക, എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. എക്സ്ക്ലൂഷൻ ഈ പറയുന്ന മാർജിനലൈസ്ഡ് ഗ്രൂപ്പിൽ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. അതിപ്പോൾ OBC ആണെങ്കിലും ശരി, SC/ST ആണെങ്കിലും ശരി. ഇപ്പോൾ OBCയുടെ കാര്യത്തിൽ ന്യൂനപക്ഷ വിഭാഗം മുസ്ലിംസ് ആണെങ്കിലും ശരി, ഞാൻ എപ്പോഴും കാണുന്ന ഇതിനകത്ത് ഈ പുവർ മുസ്ലിംസ്, പുവർ OBC, പുവർ ക്രിസ്ത്യൻസ്, നമ്മൾ ദളിതർ ബൈ ഡിഫോൾട്ട് പുവർ തന്നെയാണ്. നമ്മുടെ കൂട്ടത്തിൽ 1% പോലും കാണത്തില്ല എക്കണോമിക്കലി എംപവേർഡ് ആയിട്ടുള്ളവർ. നിങ്ങൾക്കറിയാം, ഈ OBC തന്നെ ഇപ്പം ഈഴവ കമ്മ്യൂണിറ്റിയിലെ OBC SNDP അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനാണ് ഇവരുടെ എല്ലാവരുടെയും ഒരു രക്ഷകനായിട്ട് അദ്ദേഹം ചിത്രീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇൻഫാക്റ്റ് ഇപ്പം ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, SNDPയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ജപ്തി നടപടികൾ നേരിടുകയാണ്. 30 കൊല്ലമായിട്ട് ഫിനാൻഷ്യൽ ബാക്കപ്പിലും ഇലക്ഷൻ റിഗ്ഗിങ്ങിലൂടെയും അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുകയായിരുന്നു. അതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച കോടതി റദ്ദാക്കി കളഞ്ഞത്. SNDP ഫിനാൻസ് വയലേഷൻസിന് കേസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സംഭവിച്ചെന്താണെന്നുള്ളതാണ് ഗ്രൗണ്ടിലുള്ളത് വസ്തുത. കേന്ദ്ര സർക്കാർ കൊടുത്ത ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ വിമൻ ഓൺട്രപ്രണർഷിപ്പിന് വേണ്ടിയിട്ട് മാറ്റിവെച്ച 100+ കോടി രൂപയുണ്ടായിരുന്നു. അത് കിട്ടേണ്ടതായിരുന്നു OBC പുവർ വിമൻ ഓൺട്രപ്രണേഴ്സിന് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഓൺട്രപ്രണേഴ്സിന്. അത് OBC SNDPക്ക് കിട്ടിയില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഫിനാൻഷ്യൽ ഇറഗുലാരിറ്റിയിൽ ഇവർ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കും. അപ്പം എങ്ങനെയാണ് എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നതെന്ന് ഓർത്ത് നോക്കുക. അപ്പം ഇത്തരത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞാൽ ബേസിക്കലി ഈ പറഞ്ഞ പോലെ നായർ കമ്മ്യൂണിറ്റിക്കും ഈ സവർണ ക്രിസ്ത്യാനികളുടെ മാത്രമേ സേ ഉള്ളൂ കേരളത്തിൽ. അത് റോമൻ കാത്തലിക്കിനും ഓർത്തഡോക്സിനും ഇപ്പോൾ വീണ ജോർജ് മന്ത്രിക്ക് 3ാമത്തെ പ്രാവശ്യം MLA സീറ്റ് കൊടുക്കുകയാണ്. സംവരണമാണ്, അത് ഓർത്തഡോക്സിന്റെ സീറ്റാണ്, അത് റീപ്ലേസ് ചെയ്യുന്നില്ല. അതുപോലെ റോമൻ കാത്തലിക്സിന്റെ സീറ്റാണ് പാലായിലുള്ള സീറ്റുകൾ, അത് അതുപോലെ തന്നെ നിലനിർത്തും അവർ. നായർ കമ്മ്യൂണിറ്റിയുടെ പല സീറ്റുകളുമുണ്ട്. പക്ഷെ മറ്റ് OBCയുടെ ഇത് വരുമ്പോൾ അതെല്ലാം സ്പ്ലിൻഡർ ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ നമുക്ക് വോട്ട് ബ്ലോക്ക് അല്ല, നമ്മൾ SC/ST വോട്ട് ബ്ലോക്ക് അല്ല, ഡിമാൻഡിങ് അല്ല. ഞാനത് മുമ്പേ ഞാൻ സാറിനോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വോട്ട് ചെയ്തിട്ട് ഡിമാൻഡ് ചെയ്യുന്ന മോഡൽ നമ്മൾ മാറ്റണം. ഡിമാൻഡ് മുമ്പിൽ വെച്ചിട്ടേ വോട്ട് ചെയ്യത്തുള്ളൂ എന്നുള്ള മോഡലിലേക്ക് മാറണം. ആ ഡിമാൻഡുകൾ നമ്മൾ തീരുമാനിക്കണം. നമുക്ക് 100 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന ലാപ്സ് ആക്കത്തില്ല എന്നുള്ള റിംഗ് ഫെൻസ് ചെയ്യണം എന്നുള്ള നിലപാടെടുക്കാവുന്ന സർക്കാരായിരിക്കണം. ആദ്യത്തെ സെഷനിൽ തന്നെ ഈ ഗ്രാൻസുകൾ ലാപ്സ് ആക്കില്ല എന്നുള്ള നിയമം പാസ്സാക്കുന്നവരായിരിക്കണം. അങ്ങനെയുള്ള ഒരു സർക്കാർ വരണം. ഞാൻ ഈ പറഞ്ഞ ഭരണ തുടർച്ച എന്നുള്ള വാക്കുപോലും വിട്ടാൽ ആൻറ്റി പോറും ആൻറ്റി വർക്കറുമായിട്ടുള്ളൊരു മാനിഫെസ്റ്റോ ആണെന്നുണ്ടെങ്കിൽ ആ സർക്കാർ UDF ആണെങ്കിലും ശരി, LDF ആണെങ്കിലും ഞാൻ വോട്ട് ചെയ്യത്തില്ല. എന്തിനാ തുടർച്ചയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്? ദീസ് പീപ്പിൾ ആർ ആൻറ്റി വർക്കർ ആൻഡ് ആൻറ്റി പുവർ ആൻഡ് ആൻറ്റി ദളിത് ആൻഡ് ആൻറ്റി മാർജിനലൈസ്ഡ് ആണ്. ദ കേറ്ററിങ് ഓൺലി ടു ദ അപ്പർ ക്ലാസ്. ദ കേറ്ററിങ് ദറ്റ് വോട്ട് ബാങ്ക് ഓൺലി. നമ്മളെ ഇഗ്നോർ ചെയ്യുക ചെയ്യുന്നത്. ആൻഡ് ഇഫ് യു ആർ ഗോയിങ് ടു ഇഗ്നോർ us, we are not going to vote to you. That's the thing we have to take. ഇലക്ഷൻ സംവാദം തീർച്ചയായിട്ടും ഒരു വളരെ ഉന്നതമായൊരു നിലവാരം പുലർത്തുന്നതായിരുന്നു. നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഏതെല്ലാം വിഭാഗങ്ങളാണ് അതിൻ്റെ രാഷ്ട്രീയമായും സാമൂഹികമായും സാമ്പത്തികമായും ഒക്കെ തന്നെ അതിൻ്റെ ഗുണഭോക്താക്കളാരാണെന്നും ഇരകളാരാണെന്നും ഏത് നിലയിലാണ് കേരള രാഷ്ട്രീയം സ്വാധീനിക്കപ്പെടുന്നതെന്നും അതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു പാരഡൈം ഷിഫ്റ്റ് വരുന്ന രീതിയിൽ അത്രയധികം സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പിനെയാണ് നമ്മൾ നേരിടുന്നതെന്ന് ഈ സംവാദം കൃത്യമായി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു തുടർ ചർച്ച ഉറപ്പായിട്ടും ഉണ്ടാകേണ്ട ഒരു അനിവാര്യ സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾ ഈ കാലം ആവശ്യപ്പെടുന്നുണ്ട്. കൃത്യമായ രാഷ്ട്രീയ ഇടപെടൽ ഇല്ല എങ്കിൽ വളരെ ആശങ്കാജനമായ ഒരു രാഷ്ട്രീയമായിരിക്കും ഭാവിയിൽ കേരളത്തിൽ ഉരുത്തിരിയുക. അത് ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മൾ കേരളത്തിൽ ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത ജനാധിപത്യ മൂല്യങ്ങളുടെ ഒരു ജീർണതയ്ക്കായിരിക്കും വഴിവെക്കുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ടും പുലർത്തി വരുന്ന
ഒരു സാമുദായിക സാഹോദര്യവും അതുപോലെ തന്നെ മതപരമായ സഹിഷ്ണുതയും ഒക്കെ തന്നെ ഇല്ലാതാകുന്ന നിലയിലോട്ടാണ് ഈ നമ്മുടെ രാഷ്ട്രീയം നീങ്ങുന്നത്. അത് എല്ലാ സാമൂഹ്യ വിഭാഗങ്ങൾക്കും അത് തീർച്ചയായിട്ടും അപകടം വിതയ്ക്കുന്നതാണ്. അപ്പം കേരളത്തെ ഇതേപടി നിലനിർത്തുന്നതിനും ഒരു അടിസ്ഥാനപരമായിട്ട് കേരളീയ സമൂഹം ഒരു മതേതര സ്വഭാവം പുലർത്തുന്ന ഒരു രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമുക്ക് കേരളത്തെ സംബന്ധിച്ച് എന്തൊക്കെ കുറവ് ഉണ്ടെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സർവ്വ സാമൂഹിക വിഭാഗങ്ങൾക്കും ജാതി വിഭാഗങ്ങൾക്കും മതവിഭാഗങ്ങൾക്കും അവരുടെ വിശ്വാസം പുലർത്തുന്നതിനും അതുപോലെ തന്നെ ഐക്യത്തോടും സാഹോദര്യത്തോടും സഹവർത്തിത്വത്തോടും കൂടി ജീവിക്കുന്നതിനും അനുഗുണമായ ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യം നിലനിർത്തേണ്ട ഒരു ബാധ്യത കൂടി നമുക്ക് ഏവർക്കുമുണ്ട്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ സംഘപരിവാർ ശക്തികൾ വലിയ ആധിപത്യം സ്ഥാപിക്കുകയാണെങ്കിൽ നമ്മൾ വളരെ ബോധപൂർവം ഉയർത്തിക്കൊണ്ടുവന്ന ഈ ഒരു കേരളം, ഒരുപക്ഷെ ആ കേരളത്തെ നമ്മൾ പല നിലയിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. പ്രബുദ്ധ കേരളമെന്നും പുരോഗമന കേരളമെന്നും നവോത്ഥാന കേരളമെന്നും ഒക്കെ വിശേഷിപ്പിക്കുന്ന ഈ സുന്ദര കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകരാൻ ഇടയാക്കും എന്ന് തന്നെയാണ് ഞാൻ ഈ സംഭവത്തിലൂടെ ബോധ്യപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ എല്ലാ താല്പര്യങ്ങൾക്കും അതീതമായി ഉന്നത ഭരണഘടന ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയം കേരളത്തിൽ ഉരുത്തിരിയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഈ സംവാദം സംശയരഹിതമായി സാക്ഷ്യപ്പെടുത്തുന്നത്. എല്ലാവരുടെയും പിന്തുണയും സഹകരണവും നമ്മൾ ക്ഷണിക്കുകയാണ്. തീർച്ചയായിട്ടും നീൽ ടിവിയുടെ ഇലക്ഷൻ ചർച്ചകൾ ഉണ്ടാകും എന്നുള്ള സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.